ായിരിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 112 സംഖ്യത്തിനും അതിന്റെ 1, 2 വേദഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത്, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. സ്തോത്രം. മതി. വളരെ സ്തോത്രം. അർത്ഥവത്തായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കപ്പെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അല്ലേ? വായിച്ചാട്ടെ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 114 സംഗീതത്തിന്റെ അവസാനത്തെ ഭാഗം വായിച്ചാട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. സ്തോത്രം. അടുത്ത, അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. തെളിഞ്ഞ ബുദ്ധി ലഭിച്ചവരാണ് ഭാഗ്യവാന്മാർ. നല്ല ബുദ്ധി ഇന്നാളുകൾ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം ഇടയാക്കുമാറാകട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. സ്തോത്രം. കർത്താവ് നമ്മെ മാനിക്കട്ടെ. മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യനും ബുദ്ധിയുണ്ട്, മൃഗത്തിന് ബുദ്ധിയില്ല. ആമേൻ. ഹല്ലേലൂയ. അതിനർത്ഥം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന് ദൈവം സ്തോത്രം ഹല്ലേലൂയ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ബുദ്ധിയുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് അറിയേണ്ടതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കണ്ണുകളിൽ ഞാനും നിങ്ങളും സ്തോത്രം ഹല്ലേലൂയ തെളിഞ്ഞു കാണുവാൻ സ്വർഗമിടയാക്കട്ടെ. ഇന്ന് രാത്രി നടക്കുന്ന ഈ ആരാധനയിൽ സ്തോത്രം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിന്റെ കരം, സ്തോത്രം ദൈവത്തിന്റെ കണ്ണുകൾ ഹല്ലേലൂയ എന്നെയും നിങ്ങളെ ദർശിക്കുവാൻ സ്വർഗമിടയാക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഓരോരുത്തരെയും സ്തോത്രം അനുഗ്രഹിപ്പാനിടയാത്തിരും. നേരുള്ളവരുടെ തലമുറയെ എന്റെ ദൈവം മാനിപ്പാനിടയാത്തിരും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം, ആ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി സ്തോത്രം ഹല്ലേലൂയ കഷ്ടതകൾ, ന്യൂനതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിലും ദൈവം അറിയാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാൻ കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ വളരെ തക്കത് ഉപയോഗിക്കുവാൻ സ്വർഗമിടയാക്കുമാറാകട്ടെ. സ്തോത്രം. ഞാനൊരു സ്തോത്രം ഹല്ലേലൂയ ഇന്നത്തെ സ്തോത്രം സന്ദേശത്തിൽ ഹല്ലേലൂയ നിങ്ങളെ ഓരോരുത്തരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രോമിസ്ഡ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പിൽ വന്നിരിക്കുന്ന നിൽക്കും. അതോടൊപ്പം തന്നെ ഈ ഹല്ലേലൂയ സന്ദേശങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്ത എല്ലാവരും കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ സ്ഥിരതയുള്ളവരായി, സമാധാനമുള്ളവരായി സ്തോത്രം നന്മ പ്രാപിക്കുന്നവരായി മുൻപോട്ട് പോകുവാൻ സ്വർഗമിടയാക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമാകണം. പ്രതികൂലങ്ങളെല്ലാം മാറണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മഹനീയമായിരിക്കുന്ന ആലയം, ദൈവത്തിന്റെ മനോഹരത്വങ്ങൾ ഉള്ള ആലയം. ആ ആലയത്തിനകത്ത് ഞാനും നിങ്ങളും വന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ അസ്വസ്ഥകൾ, നമ്മുടെ രോഗങ്ങൾ, ദുരിതങ്ങൾ എല്ലാം അവിടെ മാറും. കാരണം 2-3 പേർ ദൈവനാമത്തിൽ കൂടി വരുന്നിടത്ത് ആരുണ്ട്? ദൈവമുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാത്തിരും. നാളുകളിൽ നമ്മുടെ അവിശ്വാസങ്ങളാണ് നമുക്ക് പലപ്പോഴും നന്മകളും വിടുതലും ലഭിക്കാതെ പോകുന്നത്. വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്ത് തന്നെ പ്രശ്നമുണ്ട് എങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ
ആമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേ സ്തോത്രം വിടുതലുകൾ ആമേ നടക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിടുതലുകൾ ഇന്നാളുകൾ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം നമുക്ക് ഭാഗ്യതരമാറാകട്ടെ. സ്തോത്രം. ആമേ. നമ്മുടെ തലമുറകളെ ആമേ ശത്രുവായവൻ കൈകാര്യം ചെയ്യുവാൻ ആമേ സ്തോത്രം അവൻ ആഗ്രഹിക്കുമ്പോൾ ആമേ സ്തോത്രം ശത്രുവിന് വിട്ടുകൊടുക്കാതെ, ഒരു തിന്മയ്ക്കും വിട്ടുകൊടുക്കാതെ, ആമേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ശത്രുവിനും വിട്ടുകൊടുക്കാതെ ആമേ സ്തോത്രം ദൈവകരങ്ങളിൽ അവൻ സുരക്ഷിതമായിരിക്കേണ്ടതിന് ആമേ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. തലമുറകൾ കൈവിട്ടു പോകരുത്. ആമേ സ്തോത്രം. എത്രയോ തലമുറകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എത്രയോ തലമുറകൾ ആകാത്ത വഴികളിലൂടെ കടന്നുപോയിട്ട് അവർ ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്ത്, കുടുംബത്തിന് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ആമേൻ ആയിരിക്കുമ്പോൾ ആമേ സ്തോത്രം നേരുള്ളവരുടെ തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സ്തോത്രം. എവിടെയാ ബലപ്പെട്ടിരിക്കുന്നത്? ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഇന്ന് രാത്രിയിൽ അവൻ ബലപ്പെട്ട ഒരു തലമുറ, അവൻ ബലം പ്രാപിച്ച ഒരു തലമുറ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ എഴുന്നേറ്റ് വരുവാൻ സ്വർഗമിടയാക്കുമാറാകട്ടെ. അതിലേക്ക് നമ്മളെ ഹല്ലേലൂയ വഴി നടത്തുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം 5-ാം അധ്യായം 18-ാമത് ഭാഗം വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 5:18. ശുഭനാമത്തിൽ സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഒരു കൂട്ടം പേർ പ്രാണനെ അവൻ ത്യജിച്ചിരിക്കുന്നു, ഒരു കൂട്ടം പേർ പോർക്കളം മേടുകളിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നഫ്താലി എന്ന വാക്കിന് അർത്ഥം നമുക്ക് മറ്റൊന്നുമല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ജയിച്ചവൻ, പോരാടി ജയിച്ചവൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ പോരാടി ജയിക്കുവാനുള്ള ഒരു അഭിഷേകം ഇന്ന് രാത്രി പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും സ്തോത്രം അവയെ അതിജീവിക്കുവാൻ, അവയുമേൽ പോരാടി ജയിക്കുവാനുള്ള ആത്മശക്തിയും ആത്മകൃപയും പ്രാപിക്കപ്പെട്ടവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം നഫ്താലിയെ കുറിച്ച് പറയുന്നത് അവൻ സ്വതന്ത്രമായി നടക്കുന്ന ഒരു പേടമാൻ. അവൻ ഹല്ലേലൂയ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഒരു തലമുറയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ സ്തോത്രം. നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന ഒരു പേടമാൻ. അവന്റെ നാവുകളിൽ അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് ആരാ പറയുന്നത്? അവൻ ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബ്, സ്വന്തം അപ്പൻ തന്റെ മകനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ പഴയ നിയമത്തില് മധ്യസ്ഥനായിരിക്കുന്ന മോശയും ചേർന്ന് നഫ്താലിയെ കുറിച്ച് പറയുന്ന പദങ്ങളാണ്. ഹല്ലേലൂയ. ഇത് രാത്രി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ചിലരേക്കെയും ആമേൻ ചില മക്കളേക്കും യാക്കോബ് ശപിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ യാക്കോബ് ആമേൻ ഹല്ലേലൂയ ചില മക്കളെ അനുഗ്രഹിക്കുകയാണ്. ഒരു അപ്പൻ ആമേൻ ഹല്ലേലൂയ തനിക്ക് ഉള്ള മക്കളെ അനുഗ്രഹിക്കുകയും ശപിക്കുകയും ചെയ്യുകയാണ്. കാരണം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ മക്കളുടെ ആമേൻ പ്രവൃത്തികൾ കണ്ടിട്ട് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മക്കളുടെ ആമേൻ സ്തോത്രം പ്രവൃത്തികൾ കണ്ടിട്ട് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരപ്പന് ആ മക്കളുടെ ആമേൻ സ്തോത്രം താൻ ജന്മം കൊടുത്ത മക്കളുടെ ആമേൻ സ്തോത്രം പ്രവൃത്തികളും അവരുടെ ആമേൻ സംസാരങ്ങളും അവരുടെ ഹല്ലേലൂയ ഓരോരോ ഇടപെടലുകൾ കണ്ടിട്ട് അപ്പന് ആമേൻ ചിലരെ ശപിക്കുവാൻ തോന്നി, ആമേൻ അപ്പനെ ചിലരെ അനുഗ്രഹിക്കുവാൻ തോന്നി. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിനകത്തും നമുക്ക് ദാനമായി ലഭിച്ച മക്കൾ ആമേൻ സ്തോത്രം അവർ ഹല്ലേലൂയ നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കാതിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം അവരെ ശപിക്കണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാവും. ആമേൻ ചിലർ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചിലരുടെ ഇടപെടലുകളും ചിലരുടെ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം സമീപനവും അവരെ നമ്മൾ അനുഗ്രഹിക്കുവാൻ ഇടയാത്തിരും. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആമേൻ യാക്കോബ് ആമേൻ ഹല്ലേലൂയ തന്റെ മകനായിരിക്കുന്ന ശിമയോയെ ആമേൻ ഹല്ലേലൂയ ശപിക്കുവാൻ ഇടയാത്തിരുന്നു. സ്തോത്രം. എന്നിട്ട് പ്രകാരം പറഞ്ഞു, മറ്റു മക്കളോട് പറഞ്ഞു ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ശിമയോയുടെ മന്ത്രണത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. അവന്റെ നാവിനകത്ത് വഞ്ചനകളുണ്ട്, അവന്റെ വാക്കുകളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആമേൻ സ്തോത്രം ഒരു അപ്പന് ഹല്ലേലൂയ ഒരു ആത്മീയ പിതാവിന് ഒരു മാതാവിന് തന്റെ മക്കളെ കുറിച്ചുള്ള നല്ല
ദൈവത്തിന്റെ ഒരു അറിവ് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മോടൊപ്പം വളർന്ന് വലുതായിരിക്കുന്ന മക്കൾ അവർ ഹല്ലേലൂയ നമ്മുടെ മക്കളാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സ്തോത്രം ഇടപെടലുകൾ, അവരുടെ ജീവിതത്തിലെ ചില കുറവുകൾ, ചില വൈകല്യങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു ഹല്ലേലൂയ ഒരു മാതാപിതാക്കന്മാർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് പറയുവാനുണ്ട്, എത്ര മാതാപിതാക്കൾക്ക് പറയുവാനുണ്ട്, എന്റെ മക്കളിൽ ഇന്ന് കണ്ടെട്ടത് തന്നെയുണ്ട്. അവർ ഞങ്ങൾക്ക് ഹല്ലേലൂയ പിടികരാതെ നിൽക്കുന്ന മക്കളല്ല. യാക്കോബിനെ പോലെ നഫ്താലിയെ ഹൃദയം തുറന്ന് സ്തോത്രം അനുഗ്രഹിച്ചതുപോലെ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ തലമുറകളെ സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ കഴിയുന്നു. സ്തോത്രം ഹല്ലേലൂയ ആത്മാർത്ഥമായി ഹൃദയംഗമായി നമ്മുടെ തലമുറകളെ സ്തോത്രം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒരു കൂട്ടം പേര് എഴുതട്ടെ. ഹല്ലേലൂയ സ്തോത്രം നഫ്താലിയെ കുറിച്ച് സ്തോത്രം ആവർത്തന പുസ്തകത്തിനകത്തും ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിനകത്തും ഹല്ലേലൂയ ന്യായാധിപരുടെ പുസ്തകത്തിനകത്തൊക്കെയും പറയുന്നത് സ്തോത്രം അവനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുകയാ. നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന ഒരു പേടവാൻ, അവന്റെ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നവൻ, നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും പ്രത്യേകത ഉള്ളവനായിരുന്നു സ്തോത്രം നഫ്താലി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് അനുഗ്രഹിക്കപ്പെട്ടവരുടെ തലമുറകൾ സ്തോത്രം ഹല്ലേലൂയ എഴുന്നേറ്റ് വരണമെങ്കിൽ, ഭൂമിയിൽ ബലപ്പെട്ടവർ ണമെങ്കിൽ സ്തോത്രം നടപ്പിലും വാക്കുകളിലും പ്രവൃത്തികളിലും അവർ നന്നായിരുന്നേ പറ്റുകയുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, നഫ്താലി അവൻ സ്വതന്ത്രമായി നടക്കുന്ന ഒരു പേടമാനാണ്. സ്തോത്രം തുള്ളിച്ചാടി നടക്കുന്ന വളരെ സൗന്ദര്യമുള്ള ബുദ്ധിയുള്ള ആരോഗ്യമുള്ള ഒരു നഫ്താലി. ഹല്ലേലൂയ അതിനർത്ഥം അവനെ ആരും ബന്ധിച്ചില്ല എന്നാണ്. ഇന്ന് രാത്രിയിൽ അവൻ നമ്മുടെ തലമുറകളെ ബന്ധിക്കുവാൻ തക്കവണ്ണം ഒരു കൂട്ടം നിൽക്കുമ്പോൾ അവൻ സ്വതന്ത്രമായി നടക്കുന്ന ഹല്ലേലൂയ ഒരു പേടമാനെ പോലെ ഒരു നഫ്താലി ദേശത്തിലൂടെ നടക്കുവാനായിട്ടുള്ളൂ. അവനെ ബന്ധിക്കുവാൻ ഒരു ബന്ധന ശക്തികൾക്കോ ഹല്ലേലൂയ കഴിയുന്നില്ല എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ കര ചലിക്കട്ടെ. നമ്മുടെ തലമുറകളെ ബന്ധിക്കുവാൻ, നമ്മുടെ കുഞ്ഞുമക്കളെ ബന്ധിക്കുവാൻ തക്കവണ്ണം നെട്ടോട്ടമോടുന്ന ഹല്ലേലൂയ ദുഷ്ട പരീക്ഷകൾക്ക് മുമ്പിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അവർ സ്വതന്ത്രമായി നടക്കുന്ന ഒരു ഭേദമായി മാറുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അവൻ പൂർണ്ണ സ്വാതന്ത്ര്യവാനാണ്. അവൻ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഹല്ലേലൂയ. തന്നിഷ്ടം പ്രകാരമല്ല, അവൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതൊക്കെ പ്രകാരമായി അപ്പൻ കൊടുക്കുന്ന ഗൈഡൻസിനൊത്തവണ്ണം ജീവിക്കുന്ന മക്കൾ. അല്ലെങ്കിൽ ദൈവമക്കളെ ആർക്കും രാത്രി നിങ്ങൾ തിരിച്ചറിയ ദൈവമക്കളെ ആർക്കും ബന്ധിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം ഹല്ലേലൂയ. ദൈവമക്കൾ പൂർണ്ണ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. വേഗത്തിൽ ഓടുന്നൊരു ജീവിയാണ് സ്തോത്രം പേടമാൻ, അല്ലെങ്കിൽ സ്തോത്രം നഫ്താലി. ഹല്ലേലൂയ. അവനെ കുറിച്ച് ഹല്ലേലൂയ പഴയ നിയമത്തിന്റെ ഹല്ലേലൂയ പ്രവാചകനായിരിക്കുന്ന, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന ഉടമശിഹമനപരപര മോശ ഇപ്രകാരം പറയുകയാണ്. ആവർത്തന പുസ്തകം 33:23 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 33:23 ഒന്ന് വായിച്ചാട്ടെ. നഫ്താലിയോ പ്രസാദം കൊണ്ട് തൃപ്തനും. 33:23 നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത് നഫ്താലിയോ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവരുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. ശ്രദ്ധിക്കണേ. സ്തോത്രം. മോശ നഫ്താലിയെ കുറിച്ച് പറഞ്ഞ വാക്കാണ് നഫ്താലിയോ പ്രസാദം കൊണ്ട് തൃപ്തനും. സ്തോത്രം. ദൈവപ്രസാദം കൊണ്ട് തന്റെ മകൻ നഫ്താലി ഹല്ലേലൂയ അവൻ തൃപ്തനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാതെ വണ്ണം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാതെ വണ്ണം ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്,
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ മകനെ കുറിച്ച് മോശ പറഞ്ഞ പദമാണ് നഫ്താലിയോ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവരുമായിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് തൃപ്തി പ്രാപിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവൻ ദൈവപ്രസാദം അവർക്ക് ലഭിക്കണം. ദൈവത്തിന്റെ ദയാകടാക്ഷം ഉണ്ടാകണം. അവർ തൃപ്തനാകണം. ഹല്ലേലൂയ. അവർ സാധാരണ ഒരു തൃപ്തനാകുകയല്ല, അതൃപ്തനാകുകയല്ല, പിന്നെയോ അവൻ ഹല്ലേലൂയ തൃപ്തനായി ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് അവൻ തൃപ്തനാകണം. അപ്പോൾ അതൃപ്തി വരുന്നത് ദൈവത്തിന്റെ ഗിഫ്റ്റ് അല്ല. ദൈവത്തിന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവപ്രസാദമാണ്. ആമേൻ. ദൈവപ്രസാദം ലഭിക്കുന്നവൻ തൃപ്തനാണ്. ഇന്ന് രാത്രിയിൽ പാട്ട് പാടിയാൽ ഒരുപക്ഷെ ആ പാട്ടിൽ നമ്മൾ തൃപ്തനാകണം. പ്രസംഗിക്കുന്നതിൽ തൃപ്തനാകണം. ഹല്ലേലൂയ. ഭക്ഷിക്കുന്നതിൽ തൃപ്തനാകണം. നല്ല വസ്ത്രം ധരിക്കുന്ന തൃപ്തനാകണം. ഹല്ലേലൂയ. പഠിക്കുന്ന കാര്യങ്ങളിൽ തൃപ്തനാകണം. അതൃപ്തികൾ വരരുത്. തൃപ്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസാദമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവപ്രസാദം ലഭിച്ചിട്ടുണ്ട്? സ്തോത്രം. തൃപ്തിയില്ലായ്മ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, ഒന്നിനോടൊന്നിനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ പറ്റാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ദൈവപ്രസാദം നമ്മൾ ഇന്ന് വിട്ടകന്നു പോയി എന്നാണ് എന്നർത്ഥം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ഹല്ലേലൂയ. പൗലോസ് പറയും, സ്തോത്രം, നെല്ലിക്ക ആദ്യം മധുരിക്കും, പിന്നെ കഴിക്കും. സ്തോത്രം. ജീവിതത്തിൽ ആദ്യം പിന്നെ മധുരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. യേശുവിന്റെ നാമത്തിൽ ആദ്യം മധുരിക്കുകയും പിന്നെ കഴിക്കുകയും ചെയ്യും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആദ്യം കഴിക്കുകയും പിന്നെ മധുരിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. എല്ലാവരും പറയാറുണ്ട് നെല്ലിക്ക എന്ന് പറയുമ്പോൾ ആദ്യം പിന്നെ മധുരിക്കും. ആമേൻ. പല കുടുംബജീവിതത്തിനകത്തും ആദ്യം മധുരിക്കും പിന്നെ ശരിയല്ലേ? നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല അല്ലേ? ആദ്യ സ്നേഹം, ആത്മീയത നോക്കാം. ആദ്യ സ്നേഹത്തിൽ എന്ത് ചെയ്യും? ഭയങ്കരമായ മധുരം ആദ്യ സ്നേഹം. പിന്നെ പിന്നെ പോകുമ്പോൾ മധുരം കുറഞ്ഞ് 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 കയ്പിലേക്ക് ഒരുപാട് രാത്രി. സ്തോത്രം. എല്ലാറ്റിനും ആരംഭശൂരത മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കയ്പിൽ അനുഭവത്തിലേക്ക് വരും. അതിന് കാരണം ദൈവത്തിന്റെ പ്രസാദം നിങ്ങളിൽ നിന്ന് കുറഞ്ഞുപോയി എന്നാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പ്രസാദം നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് മുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞവനാണ് നഫ്താലി. അടുത്ത് പറയുന്നു, അവൻ പടിഞ്ഞാറും തെക്കും കൈവശമാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പടരുവാനാണ് സ്വർഗം നമ്മുടെ തലമുറകളെ വിളിച്ചിരിക്കുന്നത്. അത് ഒതുങ്ങുവാനല്ല, അതിന് പടർന്നു പന്തലിക്കുവാൻ തെക്കേ ദേശത്തെയും അവൻ പടിഞ്ഞാറ് ദേശത്തെയും ഒരുപോലെ കൈവശമാക്കുവാൻ നഫ്താലിക്ക് ദൈവം അവർക്ക് വാഗ്ദത്തം നൽകിയെങ്കിൽ, സ്തോത്രം, ഇരിക്കുന്ന മേഖലകൾക്കുള്ളിൽ ഒതുക്കപ്പെടുവാനല്ല, വിദ്യാഭ്യാസ മേഖലകൾ ഒതുക്കപ്പെടുവാനല്ല, ജോലി സ്ഥലത്ത് ഹല്ലേലൂയ ഒതുക്കപ്പെടുവാനല്ല, ആരാധനയിൽ ഒതുക്കപ്പെടുവാനല്ല. അവൻ പിന്നെയോ അവൻ സ്വന്തം ദൈവം പറയുന്നു, നീ തെക്കോട്ടും ഹല്ലേലൂയ പടിഞ്ഞാറോട്ടും ഹല്ലേലൂയ അവൻ കൈവശമാക്കുവാനുള്ള അഭിഷേകം അതിനെ പകർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഹല്ലേലൂയ അവൻ തെക്കോട്ടും പടിഞ്ഞാറോട്ടും ഹല്ലേലൂയ കൈവശമാക്കുവാനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അധികാരങ്ങൾക്കൊത്തോണം ജീവിക്കുവാൻ കഴിയാതെ രാത്രി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ പറ, കർത്താവേ, അങ്ങയുടെ ദൈവത്തിന്റെ പ്രസാദം നിന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. നേരുള്ളവരുടെ തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമ്പോൾ അവനെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്, പ്രതികൂലങ്ങളുടെ കടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ചിലത് കൈവശമാക്കുവാൻ കഴിയുന്നില്ല, ചിലതൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ആമേ സ്തോത്രം. രാത്രിയിൽ ദൈവപ്രസാദം കൊണ്ട് ഞാനും നിങ്ങളും തൃപ്തനാണോ? ദൈവിക വിടുതലുകൾ കൊണ്ട് ഞാനും നിങ്ങളും തൃപ്തനാണോ? ഒരു ആരാധന കഴിയുമ്പോൾ നമ്മൾ തൃപ്തനാണോ അതോ അതൃപ്തിയുള്ളവനാണോ?
ഒരു കൂട്ടായ്മ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ തൃപ്തനാണോ അതൃപ്തനാണോ? തൃപ്തിയില്ലായ്മ അതൊരു പോരായ്മയാണ്. തൃപ്തി അത് ഹല്ലേലൂയ ഒരു വിജയമാണ്. പ്രൈസ് ദി ലോർഡ്. തന്റെ മക്കളോട് എനിക്കിത് പറയുവാനുള്ളത്, ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിലെ നിങ്ങൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ അതൃപ്തിയുള്ളവനാണ്? ഒന്നിനും തൃപ്തിപ്പെടുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെ അതൃപ്തനാക്കി മാറ്റുന്ന ചില മണ്ഡലങ്ങളെ രാത്രി ദൈവം വെട്ടിമാറ്റുവാൻ പോകുകയാണ്. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ അവർ ചില അതൃപ്തികൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ദൈവപ്രസാദം കൊണ്ട് നിങ്ങൾ തൃപ്തനാകുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞവനാകുവാൻ, അവൻ തെക്കും പടിഞ്ഞാറും കൈവശമാക്കുവാൻ ഹല്ലേലൂയ അവകാശം ലഭിച്ച, വാഗ്ദത്തം ലഭിച്ച ഹല്ലേലൂയ നപ്താലിയെ നീ പോരാടി ജയിക്കുന്നവനാണ്. എവിടെയും എപ്പോഴും ജയിക്കേണ്ടവരാണ് നീ. ആ നീയാണ് ഇപ്പോൾ താഴ്ന്നിരിക്കുന്നത്. ആ നീയാണ് ഇപ്പോൾ ഹല്ലേലൂയ മങ്ങലേറ്റിരിക്കുന്നത്. ആ നീയാണ് നീ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ചലനശേഷി നഷ്ടപ്പെട്ട് എഴുന്നേൽക്കുവാൻ കഴിയാത്തവരുമായിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നപ്താലിയുടെ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് മക്കളില്ലാതിരുന്ന ഒരു അമ്മയുടെ കരച്ചിലാണ്. ആമേൻ. ആ അമ്മ മച്ചിയായിരുന്നു. ആ അമ്മയ്ക്ക് പുത്രനെ ഉത്പാദിപ്പിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ആ മാതാവ് ദൈവത്തോട് ചോദിച്ചു, ദൈവത്തോട് പോരാടി അവർക്ക് ലഭിച്ചൊരു കുഞ്ഞാണ് നപ്താലി. ആ നപ്താലിയെ കുറിച്ചാണ് നാം നേരത്തെ വായിച്ചത്. അവൻ സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ദിനം നപ്താലി പോർക്കള മേടുകളിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ തലമുറകളൊക്കെയും പോർക്കള മേടുകളിൽ തന്നെയാണ് ആയിരിക്കുന്നത്. ആയതിനാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ തലമുറകളെ കുറിച്ച് ബന്ധുക്കൾ, ചർച്ചക്കാർ, അധ്യാപകർ, സുഹൃത്തുക്കൾ പലരും തിരക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? നല്ല വർത്തമാനം പറയുവാനുണ്ടോ? അതോ അവരെ കുറിച്ച് ആകാത്ത കാര്യങ്ങൾ പറയുവാനാണോ കഴിയുന്നത്? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവമുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ അബ്രഹാം തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ നോക്കുമ്പോൾ സ്തോത്രം, ഇസഹാക്ക് വല്ലാത്ത ദുഃഖിതനായി തല കുമ്പിട്ടിരിക്കുന്നു. ഉത്സാഹങ്ങൾ നഷ്ടപ്പെട്ട്, ചുറുചുറുക്കൾ നഷ്ടപ്പെട്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് സംഭവിച്ചു, ആരാധനയ്ക്ക് കുറവ് സംസാരിച്ചു. അവനാൽ അപ്പുറമായിട്ടുള്ള സംസർഗത്തിൽ, അപ്പുറമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെയോ ചില ഹല്ലേലൂയ അകൽച്ചകൾ സംഭവിച്ചതായിട്ട് സ്തോത്രം അബ്രഹാമിന് തോന്നി. ഹല്ലേലൂയ. കാരണം മറ്റൊന്നുമല്ല, തനിക്ക് ഏറ്റവും വിലപ്പെട്ടിരിക്കുന്ന തനിക്ക് ഏറ്റവും ഹല്ലേലൂയ സ്തോത്രം സന്തോഷമായിരിക്കുന്ന, തന്നെ ഏറ്റവും ഹല്ലേലൂയ പ്രാർത്ഥിച്ച് സഹായിക്കുന്ന അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ തന്നെ ഉരുവാക്കിയെടുത്ത, തന്നെ ജന്മം നൽകിയ മാതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ വേദനയിൽ സ്തോത്രം ഇസഹാക്ക് മനദുഃഖിതനായി തീർന്നു. അവൻ വല്ലാതെ ഭാരപ്പെട്ടു. അങ്ങനെയല്ലേ സ്തോത്രം നമ്മോട് കൂടെയുള്ള പലരും, വേണ്ടപ്പെട്ട പലരും സ്തോത്രം ഹല്ലേലൂയ കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് തീരാ ദുഃഖമായി മാറുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ തന്റെ കണ്ണായിരുന്ന പ്രിയ മാതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഇസഹാക്ക് എന്ന ചിരിക്കുന്നവന് ഹല്ലേലൂയ കരയുവാണ്ടില്ലാത്തുന്നു. ഇന്ന് രാത്രി ചിരിക്കുന്ന മനുഷ്യ, എന്നെ നിങ്ങളെ കരയിപ്പിക്കുന്ന ചില വിഷയങ്ങൾ സമരത്തിനകത്ത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏത് ഉത്സാഹമുള്ളവരെ, ഏത് ആരാധിക്കുന്നവരെ, ഏത് പ്രാർത്ഥിക്കുന്നവരെ തളർത്തുന്ന ചില വിഷയങ്ങൾ ഹല്ലേലൂയ മരണമായി കടന്നു വരുമ്പോൾ രാത്രി അവയൊക്കെയും ടാറ്റ പറയുവാൻ സ്വർഗ്ഗം നിങ്ങൾക്ക് ഭാഗ്യതരുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. അബ്രഹാം തന്റെ വൃദ്ധനായിരിക്കുന്ന എലയാസനെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ മകനെ കണ്ടു. അവൻ ചിരിക്കുന്നവനായിരുന്നു, അവൻ ഉത്സാഹമുള്ളവനായിരുന്നു, അവൻ ധൈര്യശാലിയായിരുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പക്ഷെ ഇന്നാളിൽ അവന്റെ ആ ഇരിപ്പ്, അവന്റെ നിരാശകൾ, അല്ലെങ്കിൽ ആരോരുമില്ലാത്തവനായി ഒറ്റപ്പെട്ട്
ഭാരപ്പെട്ടിരിക്കുന്ന, വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ, എന്റെ മകന് ഒന്നുകൂടെ ഉത്സാഹിപ്പിച്ചു കൊണ്ടുവരുവാൻ, ഒന്നുകൂടെ അവനെ പ്രാപ്തനാക്കി എടുക്കുവാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് ഉണർത്തിയെടുക്കണം. സ്തോത്രം. അവന് തക്കതായ ഒരു തുണയെ നീ കണ്ടെത്തി കൊണ്ടുവരണം. സ്തോത്രം. എലയാസർ അങ്ങനെ അവനിൽ മുമ്പോട്ട് പോയി. അവൻ പെങ്കൊച്ചിനെ കണ്ടു. അവിടെ അപ്പന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവൻ അപ്പന്റെ അടുക്കൽ വന്നിട്ട് ഹല്ലേലൂയ, എലയാസറിന് പറയുവാനുള്ളത്, എന്റെ യജമാനനായിരിക്കുന്ന അബ്രഹാമിന് ഒരു മകനുണ്ട്. സ്തോത്രം. ആ മകനെ കുറിച്ച് നല്ല കാര്യങ്ങൾ അബ്രഹാമിന്റെ ദാസനായിരിക്കുന്ന, അബ്രഹാമിന്റെ വീട്ടിലെ ദാസനായിരിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, എന്റെ യജമാനൻ ഒരു മകനുണ്ട്, അവന് ഒരു കുറവുമില്ലാത്ത ഒരുവനുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ തലമുറകളെ കുറിച്ച് ഹല്ലേലൂയ, നമ്മുടെ വീട്ടിൽ സ്തോത്രം ജോലിക്ക് വരുന്നവർ പോലും ഹല്ലേലൂയ നമ്മുടെ തലമുറകളെ കുറിച്ച് നല്ല വർത്തമാനം പറയുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട്, അവരുടെ പ്രവർത്തികൾ കൊണ്ട് ഹല്ലേലൂയ മുതിർന്നവരെ ബഹുമാനിക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ സ്തോത്രം വീട്ടിൽ വരുന്ന ജോലിക്കാർക്ക് ഹല്ലേലൂയ അവർ സ്തോത്രം ജോലിക്കാരായി മാത്രം കാണുന്ന തലമുറകൾ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അല്ലയോ സഹോദര, അല്ലയോ യുവ തലമുറ ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പനെ അമ്മയെ ബഹുമാനിക്കുവാൻ, അതോടൊപ്പം തന്നെ വീട്ടിൽ ജോലിക്ക് വരുന്ന അവരെയും അവർ ബഹുമാനിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ അവർ തയ്യാറാണ് എങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ, നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ അവർ മറ്റൊരു വീട്ടിൽ പോയി പറയുവാൻ ഇടയാക്കിയ സ്തോത്രം. നിങ്ങളുടെ നല്ലതും പറയും ഹല്ലേലൂയ തിന്മയും പറയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നന്മ മാത്രം പറയുന്ന വേലക്കാരല്ല, ദാസന്മാരല്ല, തിന്മയും പറയുന്നവരാണ്. അങ്ങനെയെങ്കിൽ പല വീട്ടിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ, പല മക്കൾക്ക് ലഭിക്കുന്ന സംഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്ന് നേടുന്ന ചില സംഭവങ്ങളെ കുറിച്ച് എത്രയോ പേര് അത് പറഞ്ഞു വരയ്ക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, തലമുറകളുടെ വീഴ്ചകളാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾ ഒരു മാതൃകാ ജീവിതം നയിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇപ്രകാരം വായിച്ചത്, നഫ്താലിയോ ദൈവപ്രസാദം കൊണ്ട് തൃപ്തനാകുന്നു. ദൈവപ്രസാദം കൊണ്ട് തൃപ്തനായിരിക്കുന്ന ഇസഹാക്കിനെ കുറിച്ച് എലയാസറിന് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അല്ലയോ തലമുറകളെ, എന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെ, നിങ്ങളോട് എനിക്കത് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവപ്രസാദം കൊണ്ട് തൃപ്തനാണ് എങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരൻ വരെ ഹല്ലേലൂയ നിങ്ങളെ കുറിച്ച് നല്ലത് പറയും. നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരി വരെ നിങ്ങളെ കുറിച്ച് നല്ലത് പറയും. അയൽവക്കക്കാർ നല്ലത് പറയും. ഹല്ലേലൂയ നിങ്ങളെ കൂടെ ആരാധിക്കുന്നത് നിങ്ങളെ കുറിച്ച് നല്ലത് പറയും. അധ്യാപകർ നല്ലത് പറയും. സുഹൃത്തുക്കൾ നല്ലത് പറയും. അയൽവക്കക്കാർ നല്ലത് പറയും. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആർച്ച വന്നുകൊണ്ട് ചെയ്തിട്ടുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ അപവാദങ്ങൾ പറഞ്ഞു വരുന്നതിന് പിന്നിൽ മക്കൾക്ക് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് 10 പേർ പറയുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എലയാസർ എന്ന പരിശുദ്ധാത്മാവിന്റെ നിഴലായിരിക്കുന്ന കാര്യസ്ഥനായിരിക്കുന്ന എലയാസറിന് തന്റെ യജമാനനായിരിക്കുന്ന അബ്രഹാമിന്റെ മകനെ കുറിച്ച് പറയുവാൻ ഏറെ വാക്കുകളുണ്ട്. നല്ലത് പറയുവാൻ ആ ഇസഹാക്ക് ചെറുപ്രായത്തിലെ സ്തോത്രം അവന്റെ സ്വഭാവവും ദൈവത്തിന്റെ പ്രസാദവും ആ ഒരു വീട്ടിനകത്ത് അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് ഉത്സാഹിയായി പ്രാർത്ഥിക്കുന്നവനായി, ഘോഷിക്കുന്നവനായി, ആരാധിക്കുന്നവനായി ഹല്ലേലൂയ അടുത്ത സ്തോത്രം ഒരു ജനറേഷന് മാതൃകയുണ്ടാകുന്ന നിലകളിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം ഒരു ഇസഹാക്ക് അബ്രഹാമിന്റെ ഗൃഹത്തിനകത്തുണ്ടായിരുന്നു. ആ അബ്രഹാമിന്റെ മകനെ കുറിച്ച് എലയാസറിന് ഹല്ലേലൂയ മറ്റൊരു വീട്ടിൽ പോയി പറയുവാൻ തക്കവണ്ണം അവന് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം നല്ല സാക്ഷ്യമുള്ള ഒരു ഇസഹാക്കിനെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളും ദേശത്ത് പാർക്കുമ്പോൾ നല്ല സാക്ഷ്യമുള്ളവരായി മാറണം. നിങ്ങളുടെ സ്വഭാവം ഒരു മാതൃകാ ജീവിതമായി മാറട്ടെ. നോട്ടത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലൊക്കെയും ദൈവപ്രസാദമുള്ളവനാണ്. ഇതൊരു അഭിഷേകമുള്ളൊരു കുഞ്ഞാണ്. ഇത് ദൈവനിയോഗമുള്ളൊരു കുഞ്ഞാണ്, വാഗ്ദത്തമുള്ള കുഞ്ഞാണ് എന്ന് ജനം പറയുമാറ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയെങ്കിൽ ദാസന്, വീട്ടിൽ വന്ന ജോലിക്കാരന് ഹല്ലേലൂയ യജമാന്റെ മകനെ കുറിച്ച് പറയുവാൻ
ഒരു നല്ലൊരു വാർത്തയുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തൊട്ട് നമ്മൾ മുമ്പോട്ട് വേദപുസ്തകം വായിച്ചു വരുമ്പോൾ ആമേൻ സ്തോത്രം, നമുക്കറിയാം യാക്കോബും യേശാവും പരസ്പരം കണ്ടാൽ ഹല്ലേലൂയ കടിച്ച് കീറുവാൻ നിൽക്കുന്ന ചെന്നായിയെ പോലെയാണ്. സ്തോത്രം. ഒറ്റയടിക്ക് കൊല്ലണമെന്നാണ് യേശാവിന് സ്തോത്രം. യാക്കോബിനെ എവിടെ വെച്ച് കണ്ടാലും ഒറ്റയടിക്ക് കൊല്ലണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ യേശാവിനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ ഒരുപാടില്ല, ഒറ്റ ശത്രുവേ ഉള്ളൂ. ആ ശത്രു ഹല്ലേലൂയ തന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ യാക്കോബ് തന്നെയാണ് ശത്രു. എന്തിനാ ശത്രുവായത്? തന്റെ അനുഗ്രഹത്തെ തട്ടിപ്പറിച്ചവൻ, തന്റെ ജ്യേഷ്ഠാവകാശത്തെ തട്ടിപ്പറിച്ചവൻ, ഒരു പായസം കൊടുത്ത് അതിൽ തന്റെ എല്ലാം കവർന്നെടുത്ത് അതിൽ ദുഷ്ടനും നീചനുമായിരിക്കുന്ന കവർച്ചക്കാരനുമായിരിക്കുന്ന അവൻ ഹല്ലേലൂയ അവൻ എനിക്ക് ലഭിക്കേണ്ട ഫലനിലയിൽ അവൻ കവർന്നെടുത്ത എന്റെ അവൻ ജന്മാവകാശങ്ങള്, എന്റെ സ്വത്തുവകകള്, ജ്യേഷ്ഠ അവകാശങ്ങളെ നശിപ്പിച്ച അവൻ യാക്കോബിനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണമെന്ന രീതിയിൽ അവൻ ഹല്ലേലൂയ അവൻ സ്വന്തം ചുറ്റുവട്ടങ്ങൾ കൂടി വട്ടം കൂടി നടക്കുന്ന ഒരുവനാണ് യേശാവ്. ആമേൻ. യാക്കോബ് താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധവാനായിരിക്കുന്ന യാക്കോബ് യേശാവിനെ ഭയപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിനെ അറിയാം യേശാവ് എവിടെ വെച്ച് കണ്ടാലും എന്നെ കൊന്നുകളയും. ആമേൻ. മൂത്ത സഹോദരനായിരിക്കുന്ന യേശാവിൽ നിന്ന് അകലം പാലിച്ച് നടന്നവൻ, അവന്റെ കണ്ണ് വെട്ടത്ത് വരുവാൻ ആഗ്രഹിക്കാത്ത സ്തോത്രം യാക്കോബ്. എന്നാൽ ദൈവപ്രസാദം ലഭിച്ചപ്പോൾ, ദൈവനിയോഗം ലഭിക്കപ്പെട്ടപ്പോൾ അവൻ ഹല്ലേലൂയ സ്തോത്രം യേശാവിനെ കാണുവാനുള്ള അവസരമുണ്ടായി. യാക്കോബും യേശാവും നേർക്കുനേർ വരുമ്പോൾ ഹല്ലേലൂയ യേശാവിന്റെ കോപങ്ങളെല്ലാം മാറി. യേശാവ് കാരണം മറ്റൊന്നുമല്ല, യാക്കോബിന് ചുറ്റും ഒരു കൂട്ടം യൗവനക്കാർ നിൽക്കുന്നു. സ്തോത്രം. ഒരു കൂട്ടം മക്കൾ യാക്കോബിന്റെ ചുറ്റും നിൽക്കുന്ന കണ്ടിട്ട് യേശാവ് ചോദിച്ചു, ഇവർ ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർ ആരാണ്? യാക്കോബ് അഭിമാനത്തോടുകൂടെ പറഞ്ഞു, ദൈവപ്രസാദം ലഭിച്ച ഹല്ലേലൂയ എന്റെ മക്കളാണ് ഇവർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ തലമുറകളെ ചിലർ അവൻ ചോദ്യചിഹ്നമാക്കുവാൻ, ചിലർ അവൻ ഹല്ലേലൂയ ഇത് ആരാണെന്ന് ഹല്ലേലൂയ ചോദിക്കുമ്പോൾ അവരോട് അഭിമാനത്തോടെ ഒരു അപ്പൻ പറയുന്നു, ഇത് എന്റെ മക്കളാണ് എന്ന്. ഹല്ലേലൂയ. ശത്രുവിനോട് പോലും ഇതെന്റെ മക്കളാണ് എന്ന് പറയുവാനുള്ള ഒരു ചങ്കൂറ്റത്തോടുകൂടി യാക്കോബ് എഴുന്നേറ്റുവെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ മക്കളെ വില കുറയ്ക്കുവാനല്ല, നമ്മുടെ മക്കളെ ചവിട്ടി താഴ്ത്തുവാനല്ല, ശത്രുക്കളുടെ മുമ്പിൽ പോലും നമ്മുടെ മക്കളെ ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനികളായിരിക്കുന്ന ഒരു കൂട്ടം അപ്പന്മാർ, ഒരു കൂട്ടം അമ്മമാർ എഴുന്നേറ്റ് വരട്ടെ. കളിക്ക് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഹല്ലേലൂയ ചവിട്ടി താഴ്ത്തരുത്, അവിടെ വിലയെ ഇടിച്ചു കാണിക്കരുത്. ഹല്ലേലൂയ അവർ കുറവുള്ളവരല്ല, അവർ എന്റെ കൂടെയുള്ളത് ഇതെന്റെ മക്കളാണ് എന്ന് യാക്കോബ് അഭിമാനത്തോട് പറഞ്ഞു. ആ മക്കളെ കണ്ടപ്പോൾ, ആ മക്കളുടെ ഉത്സാഹവും, ആ മക്കളുടെ ഹല്ലേലൂയ ചുറുചുറുക്കം കണ്ടപ്പോൾ, അവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ യേശാവിന്റെ ഹല്ലേലൂയ അവൻ ദുഃഖ മനസ്സ്, യേശാവിന്റെ വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ അകന്നു മാറുവാൻ യാത്രന്നു. ഇന്ന് രാത്രി കളിക്കുന്ന ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്നോട് ഇതിന്റെ ടെൻഷനുകൾ മാറുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ യാക്കോബിന്റെ മക്കളെ കണ്ടപ്പോൾ യേശാവ് ഹല്ലേലൂയ അവന്റെ വൈരാഗ്യങ്ങൾ, പകകൾ എന്നേക്കും ഉപേക്ഷിക്കുവാൻ യാത്രന്നു. ഇന്ന് രാത്രി അത് വളർന്ന തലമുറയെ കാണുമ്പോൾ ശത്രുക്കൾ പോലും ഹല്ലേലൂയ അവരുടെ പകകളെയും വൈരാഗ്യങ്ങളെയും അവരെ സ്തോത്ര ഹല്ലേലൂയ തള്ളിക്കളഞ്ഞിട്ട് ആ മക്കളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം യേശാവ് തയ്യാറായി. അതിനർത്ഥം നമ്മുടെ തലമുറകളെ കാണുമ്പോൾ ശത്രുക്കൾ പോലും പറയണം, ഇത് യാക്കോബിന്റെ മക്കളാണ്. ആമേൻ. ആമേൻ. അഭിമാനത്തോടുകൂടെ ശത്രുക്കളുടെ മുമ്പിൽ ഇതെന്റെ മക്കളാണെന്ന് പറയുവാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ തലമുറകളെ കുറിച്ച് അഭിമാനത്തോടുകൂടെ പറയുവാനുള്ള ഒരു പ്രവൃത്തികളും നമ്മുടെ മക്കളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്തുള്ള പ്രാർത്ഥനയോടിരിക്കണമേ. തലമുറകളെ കുറിച്ചുള്ള ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരുള്ളവരുടെ തലമുറ ഭൂമിയിൽ സ്തോത്രം
ബലപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ദയപ്രസാദമുള്ള തലമുറയെ നശിപ്പിക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഉറങ്ങുന്ന മാതാവിന് ലഭിക്കുന്ന കുഞ്ഞ് ഉറങ്ങുന്ന കുഞ്ഞ് തന്നെ. സ്തോത്രം. അഭിഷേകമുള്ള ഒരു മാതാവിന് ലഭിക്കുന്ന കുഞ്ഞ് അഭിഷേകമുള്ള കുഞ്ഞ് തന്നെ. സ്തോത്രം. ആരാധിക്കുന്ന ഒരു കുടുംബത്തിന്, ദൈവത്തിന് പ്രസാദം ലഭിച്ച കുടുംബത്തിന് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ അവരും ദൈവപ്രസാദമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരുമായി മാറും. സ്തോത്രം. ഒരു തെറ്റിലും അകപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും നമ്മുടെ തലമുറകളെ ചുറ്റിക്കാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇവിടെ നോക്കണമേ, യാക്കോബിന്റെ മക്കളെ കണ്ടപ്പോൾ യേശാവിന്റെ സകല ടെൻഷനും സകല പകയും മാറി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മക്കളുണ്ട് എങ്കിൽ ഹല്ലേലൂയ, കുടുംബത്തിനകത്ത് മക്കളുടെ അല്ലിയ മാന്യതകൾ നിമിത്തമായി, മക്കളുടെ ഇടപെടലുകൾ നിമിത്തമായി ഹല്ലേലൂയ, ചില പകകൾ, ചില വിദ്വേഷങ്ങൾ, ചില വൈരാഗ്യങ്ങൾ, പാരമ്പര്യപരമായിട്ടുള്ള സകല ശത്രുതകൾ ഇന്ന് രാത്രി മാറ്റുക ഒരു രാത്രിയാണ് ഈ രാത്രി എന്ന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. അതേ യാക്കോബ് സ്തോത്രം വൃദ്ധനായി. ഹല്ലേലൂയ. കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ കുറഞ്ഞു. സ്തോത്രം. ഒരു കട്ടിൽ ഒരേ കിടപ്പാണ്. സ്തോത്രം. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു യാക്കോബ്, വൃദ്ധനായിരിക്കുന്ന ഒരു യാക്കോബ്. ഇനി ഈ വൃദ്ധനെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല എന്ന് സ്തോത്രം എല്ലാവരും പറഞ്ഞു. സ്തോത്രം. അവിടെ കാണുന്ന കാര്യം അവൻ സ്തോത്രം, യാക്കോബ് പറഞ്ഞു, എനിക്ക് എന്റെ മക്കളെയും ചെറുമക്കളെയൊക്കെ എനിക്ക് കാണണമെന്നൊരു ആഗ്രഹം. സ്തോത്രം. മരണസമയത്ത് ഹല്ലേലൂയ, ചില അങ്ങനെയല്ലേ, കട്ടിൽ കിടക്കുമ്പോൾ, ആശുപത്രി കിടക്കുമ്പോൾ, വീട്ടിൽ കിടക്കുമ്പോൾ അവർക്കറിയാം എന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ചിലരെയൊക്കെ കാണാം, ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ സ്തോത്രം അവർ കാണണമെന്ന് ആഗ്രഹിക്കും. സ്തോത്രം. കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എത്ര ദൂരത്താണെങ്കിലും ഹല്ലേലൂയ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സ്തോത്രം വൃദ്ധനായിരിക്കുന്ന ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്ന വ്യക്തിയുടെ അരികിലേക്ക് നമ്മളും നമ്മുടെ മക്കളുമായി നമ്മൾ കടന്നു പോകാറുണ്ട്. സ്തോത്രം. എന്തിനാണ് നമ്മൾ കടന്നു പോകുന്നത്? ഹല്ലേലൂയ, നല്ല സ്തോത്രം. ഹല്ലേലൂയ, അവർക്ക് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവർക്ക് സ്തോത്രം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുവാൻ സ്തോത്രം കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നതുപോലെ സ്തോത്രം, യാക്കോബ് മരണത്തോടും മല്ലടിച്ച് കിടക്കുമ്പോൾ യാക്കോബ് ഹല്ലേലൂയ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് എന്റെ മക്കളെയും ചെറുമക്കളെയും ഒന്ന് കാണണം. യേശുവിന്റെ നാമത്തിൽ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഹല്ലേലൂയ, സകല മക്കളും ഹല്ലേലൂയ, ഗോത്രപിതാക്കന്മാരായിരിക്കുന്ന മക്കൾ, അവരുടെ ചെറുമക്കൾ, അവരുടെ ഭാര്യമാർ എല്ലാവരുമായിട്ട് ഹല്ലേലൂയ സ്തോത്രം യാക്കോബിന്റെ അരികിലേക്ക് വന്നു. ഇന്ന് രാത്രി സർവശക്തനായ ദൈവത്തിന് അവൻ നിങ്ങളെയും നിന്റെ തലമുറകളെയും ഹല്ലേലൂയ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഹല്ലേലൂയ അവൻ യാക്കോബിന്റെ കണ്ണ് അടയുന്ന മുന്നമേ അവൻ യേശുവിന്റെ നാമത്തിൽ നിന്നെയും നിന്റെ തലമുറകളെയും നിന്റെ ഭാര്യയെയും നിന്റെ ഭർത്താക്കന്മാരെ കാണണമെന്ന് പറഞ്ഞാൽ, അല്ലയോ സുഹൃത്തെ, നിനക്ക് എന്റെ യേശുവിന്റെ അരികിലേക്ക് വരുവാൻ കഴിയുമോ? അപ്പന്റെ അടുക്കലേക്ക് വന്ന് മക്കളെയും ഭാര്യയെയും കൂട്ടി അപ്പന്റെ അടുക്കൽ വരുവാൻ പലർക്കും മടിയാണ്. കാരണം അപ്പൻ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ, വസ്തു വീതം വെച്ചപ്പോൾ സ്തോത്രം ചിലർക്ക് നല്ലത് കൊടുത്തു, ചിലർക്ക് അവൻ ആകാത്തത് കൊടുത്തു. ഈ യാക്കോബ് ശിമയോയ്ക്ക് പറഞ്ഞത് ഹല്ലേലൂയ അവനെ ശപിച്ചതാണ്. ഹല്ലേലൂയ. എങ്ങനെയാ ശപിച്ചത്? മക്കളോട് പറഞ്ഞു, മക്കളെ ഹല്ലേലൂയ, ശിമയോയുടെ മന്ത്ര വാക്കുകൾ നീ കുടുങ്ങി പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. മക്കളെയൊക്കെയും അവൻ വിവിധ തട്ടുകളിൽ ആക്കി നിർത്തിയ ഒരു അപ്പൻ. ബെന്യാമിനെ ഭയങ്കര ഇഷ്ടം, യോസഫിനെ ഭയങ്കര ഇഷ്ടം, രൂപയെ അത്ര ഇഷ്ടമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മക്കളെ വേർതിരിച്ച് കണ്ട ഒരു അപ്പൻ, ആ അപ്പന്റെ അവസാന നാളുകളിൽ അത് മക്കളെയും മക്കളുടെ മക്കളെയും അവിടെ ഭാര്യമാരെയും കാണണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മളാണെങ്കിലോ ആ അപ്പന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച്
നമ്മൾ അങ്ങോട്ട് പോകാറില്ല. പക്ഷേ ഗോത്ര പിതാക്കന്മാർ അവരങ്ങനെയല്ല. അപ്പനൊരു വാക്ക് പറഞ്ഞാൽ മറുത്തു പറയാതെ അവർക്കറിയാം അപ്പന്റെ കയ്യിലാണ് ഞങ്ങളുടെ തലമുറയുടെ അനുഗ്രഹം ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും അപ്പന്റെ അരയിലേക്ക് വന്നു. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അരയിലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ തലമുറകൾക്കുമുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആ അപ്പന്റെ വാക്കിനനുസരിച്ച് ആ അപ്പനെ പ്രസാദിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ച അല്ലയോ മകളെ, ഇന്ന് രാത്രിയുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാത്തതിന് പിന്നിൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാതെ, ഹല്ലേലൂയ, തന്നിഷ്ടക്കാരനായി ജീവിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ മക്കളും അമ്മ വഴിവിടച്ചു പോകുന്നത്. സ്തോത്രം. ചെറുപ്രായത്തിൽ അവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ മാതൃകയുള്ള ദൈവപ്രസാദമുള്ള അവകാശമുള്ളവനായി അവൻ തെക്കോട്ടും പടിഞ്ഞാറിലും കൈവശമാക്കുവാനുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കപ്പെട്ടവനായി തീരുകയില്ലയോ? സ്തോത്രം. ആമേൻ. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള മേലുകൾ തന്നെ. ഹല്ലേലൂയ. ആ മക്കളെ കുറിച്ചൊക്കെ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. അവന് വയസ്സായി കിടക്കുന്ന, മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ യാക്കോബിന്റെ അരികിലേക്ക് യോസഫും പരിപാടിയാത്തുള്ളൂ. എല്ലാ മക്കളും വന്നു, അവരുടെ ഭാര്യമാർ വന്നു, അവരുടെ ദാസിമാർ വന്നു, മക്കൾ വന്നു, എല്ലാവരും വന്നു. അക്കൂട്ടത്തിൽ ആമേൻ യോസഫിന്റെ ഭാര്യയും ദാനമായി ലഭിച്ച 2 മക്കളുമായിട്ട്, സ്തോത്രം, യാക്കോബിന്റെ അടിയിലേക്ക് വന്നു. യാക്കോബ് യോസഫിനെ നോക്കി ചോദിച്ചു, അവൃദ്ധനായിരിക്കുന്ന, കാഴ്ച മങ്ങിയിരിക്കുന്ന, സ്ഥൂലിച്ചവനായിരിക്കുന്ന, കിടരോഗിയായി കിടക്കുന്ന അവൻ യാക്കോബ് ചോദിച്ചു, യോസഫേ, നിന്നോട് കൂടെ നിൽക്കുന്ന ഇവർ ആരാണ്? ഹല്ലേലൂയ. അവൻ യോസഫ് പറഞ്ഞു, ഇവർ എന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഇത് മനേശയാണ്, ഇത് എഫ്രൈമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ സ്തോത്രം ദൈവമേ, ഒരു അപ്പന് ഹല്ലേലൂയ അപ്പന്റെ അപ്പനോട് അവൻ ഇതെന്റെ മക്കളാണ് എന്ന് പ്രായത്തോട് പറയുവാൻ തക്കവണ്ണം എത്ര അപ്പന്മാർക്ക് കഴിയും? സ്തോത്രം. ആമേൻ. ഇന്നത്തെ തലമുറയാണ് എങ്കിൽ കാഴ്ച മങ്ങിയ, സ്ഥൂലിച്ചവനായിരിക്കുന്ന, ക്ഷീണിച്ചവനായിരിക്കുന്ന, കിടരോഗിയായി കിടക്കുന്ന അപ്പന്റെ അരികിലേക്ക് പോകുവാൻ ഇന്നത്തെ തലമുറകൾ തയ്യാറാകില്ല. അവർ പറയുന്ന നാറ്റം പിടിച്ചു കിടക്കുന്ന, വൃത്തിഹീനമായി കിടക്കുന്ന, കിടരോഗിയായി കിടക്കുന്ന ആ മുത്തച്ഛനെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു നാറ്റക്കേസാണ്, ഞങ്ങൾ അങ്ങോട്ട് വരികയില്ല എന്ന്. പക്ഷെ അന്നത്തെ തലമുറ അങ്ങനെയല്ല. അപ്പന്റെ അപ്പന് വൃദ്ധന്മാർക്ക് അവർ ബഹുമാനം കൊടുത്തിരുന്നു. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അവൻ വൃദ്ധന്മാരായിരിക്കുന്ന മുതിർന്നവരുടെ കയ്യിലാണ് അവകാശമുള്ളത്, അവരുടെ കയ്യിലാണ് അനുഗ്രഹമുള്ളത്. അങ്ങനെയെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി തലമൂത്തവരുടെ കയ്യിലാണ് നമ്മുടെ അനുഗ്രഹം ഇരിക്കുന്നത്. അവൻ സ്തോത്രം ഒരു ശാപവാക്കുകളും അവൻ പിടിച്ചു വാങ്ങിക്കുവാൻ ഈ തലമുറ തയ്യാറാകരുത്. അവരുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കപ്പെട്ടവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി എഴുന്നേൽക്കുവാനിടയാകട്ടെ. എഫ്രൈമിനെ അനുഗ്രഹിച്ചു, അവൻ ഹല്ലേലൂയ മനേശയെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ മക്കളെയും ഹല്ലേലൂയ അവൻ ചെറുമക്കളെയും ദൈവം അനുഗ്രഹിക്കുവാനിടയാക്കിയിരുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ യാഗപീഠം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്, 2-3 പേർ ഹല്ലേലൂയ കൂടി വരുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു യാഗപീഠത്തിനകത്ത് കയറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആലയത്തിനകത്ത് ഒരു തൂത്ത് പായിടുന്നതാണ് ശുശ്രൂഷയെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നതാണ് ശുശ്രൂഷയെങ്കിൽ, അതിനെ പ്രാർത്ഥിച്ചു ഒരുങ്ങണം. അതിന് ഹല്ലേലൂയ നേരത്തെ പ്രാർത്ഥിച്ച് ഒരാഴ്ച കൊണ്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി അവൻ ഹല്ലേലൂയ ഇതിനകത്ത് കയറി വരണം. ഒരുപക്ഷെ ഹല്ലേലൂയ ഇത് നമ്മുടെ ഒരു വീടായിരിക്കാം, ഇതിന് പക്ഷേ ഹല്ലേലൂയ 4 ചുവരുകളുള്ള സ്ഥലമായിരിക്കാം. ഹല്ലേലൂയ അവിടെ പുറകിലോടുകൂടെ അവൻ ഭക്തിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഹല്ലേലൂയ കടന്നു നോക്കുക. ചില വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും. ആദ്യമൊക്കെ ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് ഭയങ്കര മധുരമായിരുന്നു. പിന്നെ പോകുമ്പോൾ ഒരു കയ്പുണ്ടാകുന്ന പിന്നിൽ അത് നമ്മുടെ പ്രവർത്തനമാണ് എന്ന്. അടുത്ത ആഴ്ച അത്ഭുതങ്ങൾ പറയണം, അടുത്ത ആഴ്ച സാക്ഷ്യം പറയണം. നമ്മുടെ തലമുറകളെ കുറിച്ച് അതുപോലെ സാക്ഷ്യം പറയണം. അപ്പനായിരിക്കുന്ന സ്തോത്രം
യേശുവിന്റെ നാമത്തിൽ. യോസഫിന് തന്റെ അപ്പനായിരിക്കുന്ന യാക്കോബിനോട് പറയുവാനുണ്ട്, ഇതെന്റെ മക്കൾ. ഞാൻ മിസ്രയീം ദേശത്ത് വെച്ച്, ഹല്ലേലൂയ, എവിടെ? മിസ്രയീം ദേശത്ത് വെച്ച് എനിക്ക് ജനിച്ച മക്കളാണിത്. ആമേൻ. മിസ്രയീം ദേശം നന്നായിട്ട് അറിയാലോ. ആ ദേശത്തിന്റെ പ്രത്യേകത തലമുറകളെ കൊല്ലുന്നൊരു ദേശമാണ്. തലമുറകളെ നശിപ്പിക്കുന്ന ദേശത്ത് ഞാൻ വളർത്തിയെടുത്ത എന്റെ 2 മക്കളാണിതെന്ന്. സ്തോത്രം. ഹലോ, പിടി കിട്ടിയോ? ഹലോ, എന്നെ പിടി കിട്ടിയോ? മിസ്രയീം ദേശത്ത് വെച്ച് എനിക്ക് ജനിച്ച കുഞ്ഞാണ്. ഹല്ലേലൂയ. ഈ 2 കുഞ്ഞുങ്ങളും യാക്കോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നു, മിസ്രയീം ദേശത്ത് വെച്ച് പാപത്തിന്റെ ചെളിക്കുഴി കിടക്കുന്ന, ഹല്ലേലൂയ, മക്കളെ കൊല്ലുന്ന സ്ഥലം, പ്രൈസ് ദി ലോർഡ്, അടിമയാക്കപ്പെടുന്ന സ്ഥലം, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് വിലക്കുള്ള സ്ഥലം, ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന സ്ഥലം, അടിമത്വം അത് കൊടികുത്തി വാഴുന്ന, ഹല്ലേലൂയ, ജാതിയുടെയും ഭാഷയുടെയും സമ്പത്തിന്റെയും പേരിൽ വേർതിരിവുള്ള ഒരു സ്ഥലം, ആരാധനയിൽ വേർതിരിവുള്ള സ്ഥലത്ത്, ഹല്ലേലൂയ, അബ്രഹാം, സ്തോത്രം, യോസഫിന് അഭിമാനത്തോട് പറയുവാനുണ്ട്, മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച കുഞ്ഞുങ്ങളാണ് ഇവർ. ഇവർ വഴിവിഴച്ചു പോകേണ്ടവരാണ്, ഇവർ തുലഞ്ഞു പോകേണ്ടവരാണ്, ഇവർ നശിച്ചു പോകേണ്ടവരാണ്, ഇവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടവരാണ്. പക്ഷേ യോസഫ് ആ മക്കളെ ജീവൻ കൊടുത്ത് അവരെ നേടിയെടുത്ത് ഒരു തെറ്റിനും വിട്ടുകൊടുക്കാതെ, ഒരു ആപത്തിനും വിട്ടുകൊടുക്കാതെ, ഒരു വാളിനും വിട്ടുകൊടുക്കാതെ, ഒരു രോഗത്തിനും വിട്ടുകൊടുക്കാതെ, ലോകത്തിന് വിട്ടുകൊടുക്കാതെ, ഭരണത്തിന് വിട്ടുകൊടുക്കാതെ തന്റെ മക്കളെ ചേർത്ത് പിടിച്ച ഒരപ്പൻ. എല്ലാ ഭവനത്തിനകത്തും ഇത്തരത്തിലുള്ള മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോകുകയില്ല. വഴിപിഴയ്ക്കുവാനുള്ള എല്ലാ സന്ദർഭങ്ങളും മിസ്രയീമിനകത്തുണ്ടായിരുന്നു. മിസ്രയീമിലെ സകല കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കുന്നവരെ, യോസിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, ജീവൻ പ്രാപിക്കുന്ന വാഗ്ദത്തമുള്ളവരെ പോലെ നശിപ്പിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് യാക്കോബിന്റെ അഭിമാനത്തോടുകൂടെ കൺകുളിർക്കെ കാണുവാൻ യോസഫ് മിസ്രയീമിലാണ് എങ്കിൽ പോലും, ആമേൻ, യാക്കോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് പറഞ്ഞു, മിസ്രയീം ദേശത്ത് ജനിച്ച മക്കൾ. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് എത്ര തലമുറകൾക്ക് പറയുവാനുണ്ട്, എത്ര അപ്പനമ്മമാർക്ക് മക്കളെ കുറിച്ച് പറയാനുണ്ട്. മിസ്രയീം ദേശത്ത് അഴിമതിയുടെ ദേശം, വരണ്ട ദേശം, ഞാങ്ങനെ പോലെ ചെളിയും വെള്ളവും കൂടെ കൂടിക്കാറ് കിടക്കുന്ന അശുദ്ധിയുടെ ദേശം, വളരെ സമ്പത്തിന്റെ ദേശം, സംസ്കാരത്തിന്റെ ദേശം, ഭാഷ, നിറം, വേഷം, പല രീതിയിലും ഭാവം പ്രവേശിക്കുന്ന മിസ്രയീം ദേശത്തിലെ സ്ത്രീകൾ, അവർ ഏറ്റവും സൗന്ദര്യമാരാണ്. അവർ ഏറ്റവും സാമ്പത്തികം മുടക്കുന്ന സൗന്ദര്യ വസ്തുക്കൾക്ക് വേണ്ടിയാണ്, വസ്ത്രങ്ങൾക്ക് വേണ്ടിയാണ്, ഭക്ഷണത്തിന്. ആമേൻ. അവിടെ സ്തോത്രം, അവിടുത്തെ സംസ്കാരത്തിനോ, അവിടുത്തെ ജീവിത രീതികൾക്കോ, അവിടുത്തെ നാശത്തിന് വിറ്റുവിലയ്ക്കുന്ന മിസ്രയീം ദേശത്തിന് പിടികൊടുക്കാത്ത യോസഫ് തന്റെ തലമുറകളെ സൂക്ഷിച്ചു. ഇന്ന് രാത്രി നാം നിൽക്കുന്ന ഈ ഭൂമി, നാം പാർക്കുന്ന ദേശം, അത് മലിനമായ ദേശമാണ്. ആ ദേശത്തിനകത്ത് അന്ന് നമ്മുടെ മക്കളെ, ഹല്ലേലൂയ, ആപത്തിലേക്ക് തള്ളിയിടാതെ, നാശത്തിലേക്ക് തള്ളിയിടാതെ, ഹല്ലേലൂയ, യൗവനത്തിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരിക്കുന്ന തലമുറകളെ നശിപ്പിക്കുവാൻ മിസ്രയീം ശക്തി എഴുന്നേറ്റ് വരുമ്പോൾ, ആഹാരത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, ആമേൻ, പലരെയും ഒതുക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ യോസഫിന് പറയുവാനുണ്ട്, അപ്പാ, ഇത് എന്റെ മക്കളാണ്. അപ്പാ, ഇതെന്റെ മക്കളാണ്. ഇവർ ജനിച്ച ദേശം മിസ്രയീമിലാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദേശത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല.
കൂട്ടുകാരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെ ഇവരെ ബന്ധുക്കളെ, ചാർച്ചക്കാരെ, അയൽവക്കക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തേണ്ട രീതിയിൽ ഒരപ്പനും ഒരു അമ്മയും കൂടെ വളർത്തിയെടുത്തപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ മുത്തച്ഛന്റെ അടുക്കൽ കൊണ്ട് നിർത്തിയിട്ട് എന്റെ മക്കൾ പട്ടുപോകേണ്ട സ്ഥാനമായിരുന്നു, അവർ നശിക്കേണ്ട സ്ഥലത്തായിരുന്നു. പക്ഷേ ദൈവപ്രസാദമുള്ളത് കൊണ്ട് നേരുള്ളവരുടെ തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി യോസഫിന്റെ തലമുറകൾ ഭൂമിയിൽ ഇസ്രായേൽ ദേശത്ത് ബലപ്പെട്ടതുപോലെ വാഗ്ദത്തമുള്ള, ആരാധിക്കുന്ന, അഭിഷേകമുള്ള, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ദൈവമേ, നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുകയില്ല. സ്തോത്രം. ഒരു ഹല്ലേലൂയ ഞാൻ പ്രതീക്ഷിച്ചു. ഇതിനകത്തിരിക്കുന്ന അമ്മമാർക്ക് പോലും, ഇതിനകത്തിലെ അപ്പന്മാർക്ക് പോലും ഉറപ്പില്ല. ഇസ്രായേൽ ദേശത്തിലെ താൽക്കാലികമായ നന്മകൾക്ക് തേടി ഹല്ലേലൂയ ജോലി അന്വേഷിച്ച്, ആഹാരം അന്വേഷിച്ച്, സാപ്പാട് അന്വേഷിച്ച് വന്ന, ആടുകളെ മേയ്ക്കുവാൻ ഇറങ്ങി വന്ന ആട്ടിടയന്മാരായിരിക്കുന്ന ഒരു കൂട്ടർ ആദ്യമൊക്കെയും ഭയങ്കരമായി മധുരിച്ചു, പിന്നെ അത് കച്ചു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവവചനേ, ആമേൻ, മിസ്രൈം ദേശം ഒരിക്കലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. എന്നാൽ അവിടെയും തന്റെ രണ്ട് മക്കളെ വളർത്തിയെടുക്കുവാൻ ഒരു യോസഫിന് കഴിഞ്ഞുവെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ യോസഫിന്റെ ഭാര്യ ആര്? ഫറവോൻ. അവൻ ഹല്ലേലൂയ, അവൻ സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആ ദേശത്ത് ഫറവോനിൽ മുട്ടിലായിരിക്കുന്ന അസ്രോത്ത് എന്ന ഹല്ലേലൂയ അവളെയും നേടിയെടുത്തു. സ്തോത്രം. അഭിഷേകമുള്ള, വാഗ്ദത്തമുള്ള, ആരാധനയുള്ള, ദൈവകൃപയുള്ളവൻ, ഹല്ലേലൂയ. അവൻ സ്തോത്രം. ആ ദേശത്തിലെ ഒരു വെങ്കൊച്ചിനെ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെയുള്ള രാജാവ് തന്നെ പറഞ്ഞു, അവൻ നീ അവളെ കെട്ടുവാൻ, ഹല്ലേലൂയ. യോസഫ് അവളെ കെട്ടി. പക്ഷേ ഹല്ലേലൂയ, യോസഫ് അവളെ കെട്ടിയിട്ട് അവിടെ ഹല്ലേലൂയ അവളുടെ ഇഷ്ടത്തിന്, ഹല്ലേലൂയ, അവളുടേതായ രീതിയിൽ പോകുവാനല്ല, യോസഫിന്റേതായ രീതിയിൽ അവൻ തന്റെ ഭാര്യയും മക്കളെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഒരു അപ്പന് കഴിഞ്ഞുവെങ്കിൽ, സ്തോത്രം, തന്നിഷ്ടക്കാരനായി ജീവിക്കുന്ന, തന്നിഷ്ടക്കാരത്തെ ജീവിക്കുവാൻ എല്ലാ അവകാശങ്ങളുമുള്ള ഇസ്രായേൽ ദേശത്തിലെ എത്രയോ അസുഖത്വമാര് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. പക്ഷെ യോസഫിന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത്, അവൾ ആ ദേശക്കാരിയാണ് എങ്കിലും യോസഫിന്റെ സ്വഭാവം അവളെ കീഴ്പ്പെടുത്തുവാനായിരുന്നു. ഹല്ലേലൂയ. അല്ലയോ യോസഫേ, പ്രാർത്ഥിക്കുന്ന യോസഫേ, നിന്റെ മാതൃകാപരമായ ജീവിതം ഇത് രാത്രി നിരവധി പേരെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു സ്വഭാവം ഉണ്ടായിത്തീരുവാൻ സ്വർഗം ഭാഗ്യതരുമാറാകട്ടെ. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാം പാർക്കുന്ന ദേശത്ത് ഒരു മാതൃകയുള്ള ജീവിതം നയിക്കണമെന്ന് സാരം. അപ്പനാകട്ടെ, അമ്മയാകട്ടെ, മക്കളാകട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ദേശത്ത് എങ്ങനെയായിരിക്കണം? മാതൃകയുള്ള ജീവിതം. മാതൃകയുള്ള ജീവിതം നയിക്കുമ്പോൾ 10 പേർ നമ്മെ കുറിച്ച് നല്ലത് പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാത്രി നമ്മെ കുറിച്ച് നല്ലത് പറയുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ആമേൻ. അങ്ങനെ സ്തോത്രം. ദാസൻ അഭിപ്രായം പറഞ്ഞു, അപ്പൻ മക്കളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു, അപ്പന്റെ അപ്പൻ നല്ല അഭിപ്രായം പറഞ്ഞു, ശത്രു നല്ല അഭിപ്രായം തങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലാ മേടുകളിലും എവിടെയും തലമുറകളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുവാൻ തക്കവണ്ണം നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ തലമുറകൾ അത് ചരിത്രങ്ങളെ കീഴ്പ്പെടുത്തുവാൻ പോകുകയാണ്. നമ്മുടെ തലമുറകൾ സ്തോത്രം, അവർ നേരുള്ളവരായി ജീവിക്കുവാൻ പോകുകയാണ്. അവർ നേരോടെ ജീവിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നബ്താലിയെ കുറിച്ച് പറയുന്നത്, അവൻ സ്വതന്ത്രമായി നടക്കുന്ന അവൻ ഒരു ഭേദമാനാണ്. അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, അല്ലയോ യൗവനക്കാര, അല്ലയോ യൗവനക്കാരുത്തി, നീ ഒരു ഭേദമാനാണ്, സൗന്ദര്യമുള്ള ഭേദമാനാണ്. സ്വതന്ത്രമായി നീ നടന്നാലും
നിനക്കൊരു കെട്ടും വീഴുകയില്ല. ഹല്ലേലൂയ. അതല്ല നിന്റെ ജീവിതത്തിൽ അശുദ്ധികളും സ്വഭാവത്തിന് വിശുദ്ധിയും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നിന്റെ കാലുകളിൽ അവ കെട്ട് വീഴുവാടിയാത്തിരും, ചില വലക്കകത്ത് വീഴുവാടിയാത്തിരും, ചില കുടുക്കിനകത്ത് വീഴുവാടിയാത്തിരും. ഇന്ന് നീ സ്വതന്ത്രമായി നടക്കുന്ന ഒരു ഭേദമാനാണ്. നമ്മുടെ തലമുറകൾ സ്വതന്ത്രമായി നടക്കുന്ന ഭേദമാനാണ്. അതിനർത്ഥം ഇതുവരെയും നിന്നെ കീഴ്പ്പെടുത്തുക ഒരു ശക്തി ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇതുവരെ ഒരു വലയ്ക്കോ ഹല്ലേലൂയ സ്തോത്ര ഒരു കയറിനോ നിന്നെ ബന്ധിക്കുവാൻ കഴിയില്ല എന്ന്. അതിനർത്ഥം പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരിക്കലും ഒരു കുടുക്കിനകത്ത്, ഒരു ചതിക്കുഴിക്കകത്ത്, ഒരു വലക്കകത്ത് വീഴുകയില്ല എന്ന്. സ്തോത്രം. ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്നതിനെ പ്രോമിസ് ആൻഡ് ഹൗസ് ഓഫ് വർഷിപ്പ് ഈ മാസത്തിൽ ഹല്ലേലൂയ നിങ്ങൾ ഉറപ്പോടെ പറയുന്നത് നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ ഹല്ലേലൂയ ദൈവകരം ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഹല്ലേലൂയ നമ്മെ കൊണ്ട് നമ്മുടെ തലമുറകൾക്കുടെ ആവശ്യങ്ങളോ അത്യാവശ്യങ്ങളോ നിറവേറ്റുവാൻ കഴിയുകയില്ല. അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ കഴിയുകയില്ല. പക്ഷെ ദൈവകൃപയിൽ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവകൃപയിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ സത് ഉപദേശങ്ങളിലൂടെ സത്ബുദ്ധിയിലൂടെ നിങ്ങളുടെ മക്കളെ ഹല്ലേലൂയ അവയെ ജീവിതത്തെ പിടിച്ചുയർത്തി നല്ല നടപ്പുള്ളവരായി വാക്കിനാലും പ്രവൃത്തിയാലും നടപ്പിനാലും നല്ലത് സിദ്ധിച്ചെടുക്കുവാനുള്ള കൃപ പരിപാടിയാത്തീരും. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സമയം മുമ്പോട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുടുംബം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദീർഘ വർഷങ്ങളായി ദിവസങ്ങളായി പ്രാർത്ഥിച്ചിട്ടും അവിടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല. അതിൽ മച്ചിയായിക്കപ്പെട്ട ഒരു ഭാര്യ, അവൻ സ്തോത്രം, മനോഹയുടെ കുടുംബം. ഹല്ലേലൂയ. മനോഹ വളരെ അധ്വാനിയാണ്, മനോഹ വളരെ അവൻ സ്നേഹസമ്പന്നനാണ്. പക്ഷേ ഹല്ലേലൂയ തനിക്ക് തന്റെ ഭാര്യയ്ക്കും ഒരു കുറവുണ്ട്. ഹല്ലേലൂയ. പുത്രന്മാരെയും പുത്രിമാരെയും ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയാത്ത അവൻ മച്ചിയായ ഉദരത്തിലുടമയായിരിക്കുന്ന ഭാര്യ. പക്ഷെ ആ ഭാര്യയുടെ പ്രത്യേകത എന്നറിയാമോ? അവിടെ ജീവിതത്തിൽ എന്ത് നല്ല നടന്നാലും എന്ത് തിന്മ നടന്നാലും ഓടി വന്ന് ഭർത്താവിനോട് ഒളിച്ചു വെക്കാതെ അവൻ ആ വിഷയത്തെ കൈമാറുന്ന ഒരു ഭാര്യ മനോഹരക്കുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഭർത്താവിന്റെ ജീവിതത്തിൽ എന്ത് നന്മ നടന്നാലും തിന്മ നടന്നാലും എന്ത് കാര്യങ്ങൾ നടന്നാലും ഒളിച്ചു വെക്കാതെ ഭാര്യയോട് വന്ന് പറയുമായിരുന്നു. സ്തോത്ര. ആ കുടുംബത്തിന് പ്രത്യേകം നോക്കണമേ. ഹല്ലേലൂയ. അവിടെ ഒരു മറവുമില്ല. ഭാര്യയ്ക്കും ഭർത്താവിന് രഹസ്യ ഇടപാടുകളില്ല. ഏത് വിഷയവും അവർ ആ കുടുംബത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അവിഷയത്തെ കൈമാറി അവിഷയത്തെ പരിഹരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആ കുടുംബം തയ്യാറായപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇങ്ങനെയുള്ള കുടുംബത്തിന് അവരുടെ വൈകല്യങ്ങളെ മാറ്റിക്കൊണ്ട് ഒരു മകന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം ആ ഉദരത്തിന് ഭാഗ്യം കൊടുത്തു. ആ കുടുംബത്തിനകത്ത് ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരത്ര ശിംശോൻ. സ്തോത്രം. ആ ജനിച്ച മകനോ ആമേൻ അപ്പന്റെയും അമ്മയുടെയും ശീലം അവനിങ്ങനെ പിടിച്ചെടുത്തു. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അപ്പന്റെയും അമ്മയുടെ സ്വഭാവങ്ങളെ അവനിങ്ങനെ പിടിച്ചെടുത്തു. ആമേൻ. ഹല്ലേലൂയ. അവനും സ്തോത്രം പോകുന്ന പോക്കിൽ എന്തെങ്കിലും ഹല്ലേലൂയ അരുതാത്തത് കണ്ടാൽ ഓടി വന്ന് അപ്പനോട് പറയും. എന്തെങ്കിലും അരുതാത്തത് കേട്ടാൽ ഓടി വന്ന് അമ്മയോട് പറയും. ഹല്ലേലൂയ. ഇന്നാളുകൾ അപ്പനും അമ്മയും മക്കളും തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടല്ലേ ചില ആപത്തുകൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ മക്കളോട് സംസാരിക്കുവാൻ, മക്കളോട് സമയം സ്പെൻഡ് ചെയ്യുവാൻ അപ്പനും അമ്മയ്ക്കും കഴിയുന്നില്ല. അതുകൊണ്ട് അവർ വഴിതെറ്റിപ്പോകുന്നു. എന്നാൽ സ്തോത്രം മനോഹയ്ക്കും ഭാര്യയ്ക്കും പറയുവാനുണ്ട്. ശിംശോനും അങ്ങനായിരിക്കുന്ന ശിംശോനും പറയാനുണ്ട്. ആ കുടുംബത്തിന്റെ പ്രത്യേകത അത് ഐക്യയുടെ കുടുംബമായിരുന്നു. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു കുടുംബം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ ദൈവത്തിലെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കുമിടയിൽ ഒരകലം പാടില്ല, ഒരകലം പാടില്ല. ഹല്ലേലൂയ. പ്രായം കൊണ്ട് നിങ്ങളെക്കാൾ വളരെ ചെറുപ്പമായിരിക്കാം, പ്രായം കൊണ്ട് നിങ്ങളെക്കാൾ വളരെ സ്തോത്രം കുറഞ്ഞവരായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളോട് ഇടപെടുവാൻ, അവരുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ, അവരുടെ വിഷയങ്ങൾ ഹല്ലേലൂയ പറഞ്ഞ് മനസ്സിലാക്കി അവരുമായിട്ട് സ്നേഹത്തോടെ നന്നായി സഹകരിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ തലമുറകൾ വഴിതെറ്റി പോവുകയില്ല. സ്തോത്രം. ആമേൻ. സ്നേഹം ഉള്ളിൽ ഒതുക്കിയിട്ട് കാര്യമില്ല, സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ്. സ്തോത്രം. സ്നേഹം ചെയ്യണം. ആമേൻ.
സ്നേഹം പ്രദർശിപ്പിക്കണം. ആമേൻ. പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിനകത്ത് ഒതുക്കി നിൽക്കുകയാണെങ്കിൽ മക്കളോട്, ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ അവർ ചിന്തിക്കോ, ഇളയ മകനാണ് ഏറ്റവും സ്നേഹം, മൂത്ത മകളെടുത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം. സ്തോത്രം. പിശാചി എപ്പോഴും പിശാചിന്റെ തന്ത്രം എന്നറിയാമോ? ഐക്യതയോടെ നിൽക്കുന്നതിനെ നശിപ്പിക്കുക. അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന അവന് ഒരിക്കലും ഹല്ലേലൂയ വഴിതെറ്റിക്കുന്ന പിശാച്. ആ പിശാച് പറഞ്ഞു, മക്കളെ നിന്നോട് നിന്റെ അപ്പന് സ്നേഹമില്ല, മകളെ നിന്നോട് നിന്റെ അമ്മയ്ക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്ന പിശാചിന്റെ തന്ത്രത്തിൽ അതിജീവിക്കുവാൻ തക്കവണ്ണം മനോഹയും കുടുംബവും അവൻ ശിംശോനും ഒരു വഴി കണ്ടെത്തി. അവിടെ ഒരു മറവുമില്ല. എന്ത് കാര്യമുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുവാൻ ആ കുടുംബം തയ്യാറായി. അഭിഷേകമുള്ള ശിംശോൻ വളർന്ന് വലുതായി വരുമ്പോൾ ഫെലിസ്ത്യർക്ക് മനസ്സിലായി, ഇവനെ നശിപ്പിക്കുവാൻ നമ്മക്കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഇവനെ നശിപ്പിക്കണം. ഹല്ലേലൂയ. അവർ നേരെ സ്തോത്രം. ഹല്ലേലൂയ. അതിനൊരു വഴി കണ്ടെത്തിയത് മറ്റൊന്നുമല്ല, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന അവൻ യഹൂദ ദേശത്തിന് ജനത്തിന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, ശിംശോൻ ഞങ്ങളോട് ഇന്നതൊക്കെ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഞങ്ങൾക്ക് പിടിതരുന്നില്ല. ഞങ്ങളാണ് ഈ ദേശത്ത് അവന് പരന്നിരിക്കുന്നത്, ഞങ്ങളാണ് ഈ ദേശത്ത് വാഴുന്നത്. ആമേൻ. ഹല്ലേലൂയ. വാഴ്ചകളായിരിക്കോടും അധികാരങ്ങളോടും ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ ശിംശോന് ഹല്ലേലൂയ ഒരു സ്തോത്ര സഖ്യതയുമില്ലാതെ അവർ ഒറ്റപ്പെട്ടവനായി ജീവിക്കുന്നു. അതുകൊണ്ട് അവന് ഭയങ്കര ശക്തിയാണ്, അവർ ഭയങ്കര അതാണ് ഇതാണ്. അതുകൊണ്ട് അവൻ നശിപ്പിക്കേണ്ടതിന് അവൻ ഫെലിസ്ത്യന്മാർ ഫെലിസ്ത്യ ശക്തികൾ തന്ത്രങ്ങളോടുകൂടെ ഇരുന്നപ്പോഴും ആ തന്ത്രശാലിയാകുന്ന ഫെലിസ്ത്യന്റെ ഹല്ലേലൂയ അവന്റെ തന്ത്രങ്ങൾക്ക് കുതന്ത്രങ്ങൾക്ക് സൂത്രത്തിനകത്ത് പ്രവേശിക്കാത്ത ഒരു തലമുറ അവൻ ശിംശോനായിരുന്നു. ഇത് കണ്ടിട്ട് യഹൂദ ദേശത്തിലെ ജനത്തോട് അവൻ ഹല്ലേലൂയ അവൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, ശിംശോനെ ഞങ്ങൾക്കൊന്ന് പിടിച്ചു കിട്ടണം. പ്രാർത്ഥിക്കുന്ന, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന യഹൂദ ദേശത്തിലെ 3000 പേർ എഴുന്നേറ്റു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ശിംശോൻ എന്നൊരു തലമുറയെ ഒരുവനെ നശിപ്പിക്കുവാൻ ആ ദേശത്തിലെ 3000 പേർ എഴുന്നേറ്റു. 3000 പ്ലസ് ഫെലിസ്ത്യ ജനം. പ്രൈസ് ദി ലോർഡ്. ഒരുവനെ നശിപ്പിക്കുവാൻ. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ, അഭിഷേകമുള്ളവരെ, നാസ്യമുതക്കാരനെ, മദ്യപിക്കാത്തവരെ, പുകവലിക്കാത്തവരെ, ഹല്ലേലൂയ അരുതാത്തത് പ്രവർത്തിക്കാത്തവരെ, ഹല്ലേലൂയ നാസ്യമുതക്കാരനായിരിക്കുന്ന ശിംശോനെ നശിപ്പിക്കുവാൻ ഫെലിസ്ത്യ ശക്തികൾ യഹൂദ ദേശത്തിലെ 3000 പേര് തയ്യാറായി എന്ന്. അല്ലയോ മാതാവേ, പിതാവേ, നിങ്ങൾ ചിന്തിക്കുന്നത് ആമേൻ സ്തോത്രം, എന്റെ മകൾ ഒറ്റയ്ക്കാണല്ലോ, ഒന്നാണല്ലോ. പക്ഷെ നിങ്ങളുടെയും മകന്റെയും വലിപ്പം നിങ്ങൾ മനസ്സിലാക്കുക. 3000 പേർക്ക് ഹല്ലേലൂയ അവരുടെ കയ്യിൽ ആമേൻ സ്തോത്രം 2 പുതിയ കയറുമായിട്ട് അവർ ഫെലിസ്ത്യനെ പിടിക്കുവാൻ കടന്നു വന്നു. ഇന്ന് രാത്രി നമ്മുടെ തലമുറകളെ പിടിച്ചു നശിപ്പിക്കുവാൻ, ഹല്ലേലൂയ തലമുറകളെ പിടിച്ചു കെട്ടി ഫെലിസ്ത്യന്മാർക്ക് കൈമാറുവാൻ തക്കവണ്ണം ഒരു കൂട്ടം എഴുന്നേറ്റിട്ടുണ്ട്. അവർ നിന്ന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ആമേൻ യഹൂദ ദേശത്തിലെ ജനത്തിന് ഹല്ലേലൂയ ഫെലിസ്ത്യന്മാരെ പേടിയാണ്. അവരാണ് ഹല്ലേലൂയ ഫെലിസ്ത്യന്മാരാണ് വാഴുന്നത്. ഹല്ലേലൂയ ദേശത്തെ വാടലുള്ളത് അവർ ഫെലിസ്ത്യ ശക്തികൾക്ക് മുമ്പ് ഹല്ലേലൂയ ഞങ്ങളുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കുന്നതിന് അവർ ഉപായം പ്രവർത്തിച്ചു. വാഗ്ദത്തമുള്ള ശിംശോനെ പിടിച്ചു കെട്ടുവാൻ 2 പുതിയ കയറുകളുമായി അവർ വരുവാനിടയാത്തുള്ളൂ. ഇന്ന് രാത്രി ഞാനും നിങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഒരുപക്ഷെ ചന്തസ്ഥലത്തായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഹല്ലേലൂയ റോഡിലായിരിക്കാം, കടയിലായിരിക്കാം, പുഴവക്കത്തായിരിക്കാം, അത് ഏതൊക്കെ ഇടങ്ങളിരിക്കുന്ന അല്ലയോ മാതാവേ, പിതാവേ, ടിവിയുടെ മുമ്പിലായിരിക്കാം, ഒരുപക്ഷെ ഉറങ്ങുന്നവരായിരിക്കാം. ഇന്ന് രാത്രി നിങ്ങൾ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശിംശോന്മാരെ, നിങ്ങളുടെ തലമുറകളെ പിടിച്ചു കെട്ടുവാൻ 3000 പേർ റെഡിയായിരിപ്പുണ്ട്. ആമേൻ. ഇത് തലമുറകൾക്ക് വരുന്ന വിപത്തിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സന്ദേശം കേട്ടിട്ടും ഉറങ്ങുവാനാണ്, അതിനെ മൈൻഡ് ചെയ്യാതാണ് ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്, ആമേൻ, ക്രൂശിൽ ഇതായിരിക്കുന്ന യേശുവിനെ നോക്കി സ്ത്രീകളെല്ലാം കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശു പറഞ്ഞു,
നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ. ഇന്ന് രാത്രി ഉറങ്ങുന്ന മാതാവേ, ഉറങ്ങുന്ന പിതാവേ, നിങ്ങളുടെ തലമുറകളെ ചൊല്ലി കരയുവാനുള്ള അവസരങ്ങൾ കടന്നു വരികയാ. ഇന്ന് രാത്രി നീ കരഞ്ഞാൽ അത് കരയാതിരിക്കണമെങ്കിൽ ഇത് ഉണർന്നിരിക്കണം. ആമേൻ. കല്യാണത്തിന് പോകാൻ നിനക്ക് കഴിയും, ചന്തയിൽ പോകാൻ കഴിയും, അതിന് നിന്നെല്ലാം പോകാനൊക്കെ സമയമുണ്ട്. പക്ഷെ ആലയത്തിനകത്ത് ഇത് ഉറങ്ങരുത്. വീട്ടിനകത്ത് ഉറങ്ങരുത്. നിന്റെ ഉറക്കങ്ങളെ കെടുത്തിക്കൊണ്ട് അത് തലമുറകൾക്ക് കരഞ്ഞു നോക്ക്. നീ ഭാവന കാണുന്ന, നീ സ്വപ്നം കാണുന്ന തലമുറകൾ എഴുന്നേറ്റ് വരുമെന്ന്. സ്തോത്രം. ഒരപ്പനും അമ്മയും വില കൊടുത്തു. അവർ ശിംശോനെ ചെറുപ്രായത്തിലെ ഒരു നാസി വൃതക്കാരനായിട്ട് തന്നെ വളർത്തിയെടുക്കുവാൻ ഇടയാത്തുറന്നുവെന്ന്. സ്തോത്രം. ചൊട്ടയിലെ ശീലം ചുടല വരെ. പ്രൈസ് ദി ലോർഡ്. സഫലത മനസ്സിലായി. കുഞ്ഞുനാളിൽ പകർന്നു കൊടുത്തൊരു അഭിഷേകമുണ്ട്. അപ്പനും അമ്മയും കൂടെ ശിംശോന് പകർന്നു കൊടുത്തു. ദൈവപ്രസാദത്തെ കുറിച്ച് പകർന്നു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പ്രൈസ് ദി സബലോൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലിയോ പോർക്കളമേടുകൾ തന്നെ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവത്തിനെ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പുകൾ, നിങ്ങൾ നിൽക്കുന്നത് പോർക്കളമേടുകളിലാണ്. മനോഹയും കുടുംബവും പോർക്കളമേടിൽ നിന്നുകൊണ്ട് ഒരു മകനെ വളർത്തിയെടുത്തപ്പോൾ ആ മകനെ നശിപ്പിക്കുവാൻ ഫെലിസ്ത്യ ശക്തികൾ ആവത് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അവർക്ക് കാര്യം പിടികിട്ടി. ഹല്ലേലൂയ. ഇവനെ ഒതുക്കുവാൻ കഴിയുകയില്ല, ഈ തലമുറയെ ഒതുക്കുവാൻ കഴിയുകയില്ല. എത്രയോ തലമുറകൾ ഞങ്ങൾ ഒതുക്കിയവരാ. പക്ഷേ ഞങ്ങൾക്ക് കീഴ്പ്പെടാതെ നിൽക്കുന്ന, ധൈര്യശാലിയായിരിക്കുന്ന, ശക്തിയുള്ള, ബുദ്ധിയുള്ള, തെളിഞ്ഞ ബുദ്ധിയുള്ള ഈ ശിംശോനെ ഞങ്ങൾക്ക് ഒതുക്കുവാൻ പറ്റുകയില്ല. പക്ഷേ അവന്റെ ജാതിയിൽപ്പെട്ടവരിൽ നിന്ന് തന്നെ, അവൻ ആരാധിക്കുന്നവരിൽ നിന്ന് തന്നെ 3000 പേരോട് ഹല്ലേലൂയ അവൻ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ പറഞ്ഞു, ഞങ്ങളുടെ തലമുറ നശിച്ചു പോകാതിരിക്കണത് ശിംശോനെ പിടിക്കുവാൻ ഹല്ലേലൂയ 2 പുതിയ കയറുകളുമായി 3000 പേർ എഴുന്നേറ്റ് വന്നു. ഇന്ന് രാത്രി ദൈവമേ, നമ്മുടെ തലമുറകളെ പിടിച്ചു കെട്ടുവാൻ, നമ്മുടെ തലമുറ ഒതുക്കി കെട്ടുവാൻ, നമ്മുടെ തലമുറകളെ താഴ്ത്തിക്കെട്ടുവാൻ, നമ്മുടെ തലമുറകളെ സ്വതന്ത്രത്തോടെ അളക്കാതിരിക്കുന്നത്, ഒരു ഭേദമാനെ പോലെ സ്വാതന്ത്ര്യത്തോടെ അളക്കാതിരിക്കുന്നത്, പായാതിരിക്കുന്നത്, ചില ഗിരികളുടെ മുകളിൽ ഭവനങ്ങളുടെ മുകളിൽ ചാടിക്കയറാതിരിക്കുന്നത്, ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറിക്കൂടാതിരിക്കുന്നത് പിടിച്ചു കെട്ടുവാൻ 3000 പേർ 2 പുതിയ കയറുമായി. പഴയ കയറല്ല കേട്ടോ, പഴയ കയറിന് ബലക്ഷയമുണ്ട്. പഴയ കയറിന് സ്തോത്ര ഹല്ലേലൂയ അത് നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാം. പുതിയ കയറിനെ പെട്ടെന്ന് പൊട്ടിക്കുവാൻ കഴിയില്ല. ഈ പുതിയ കയറുകളുമായി 3000 പേർ ഹല്ലേലൂയ സ്തോത്രം ശിംശോൻ അരിയിലേക്ക് വന്നപ്പോൾ ശിംശോൻ നിസ്സഹായനായി അവരുടെ മുഖത്തേക്ക് നോക്കി. ഹല്ലേലൂയ. അവൻ അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്നെ പിടിച്ചു കെട്ടി കൊല്ലുവാനാണോ കൊണ്ടുപോകുന്നത്? എന്റെ പ്രാണന് ഹാനി സംഭവിക്കുമോ? എന്റെ ജീവനെ നിങ്ങൾക്ക് എടുത്തു കളയുമോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്റെ പ്രാണനൊന്നും, ഞങ്ങളൊന്നും നിന്റെ കയ്യിലും കാലിലും ഒരു കെട്ട് മാത്രമേ കെട്ടുകയുള്ളൂ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, നിന്റെ പ്രാണനെടുക്കത്തില്ല, നിന്റെ കയ്യില് കാലിലും ഒരു കെട്ട് മാത്രം. നിന്റെ കയ്യെ കെട്ടുവാനാണ് ഈ കയർ, നിന്റെ കാലിന് കെട്ടുവാനാണ് ഈ കയർ. മരണഭാഷമെന്ന ഹല്ലേലൂയ കയറുകളുമായിട്ട്, രോഗമെന്ന കയറുകളുമായിട്ട് നിങ്ങൾ സമീപിക്കുന്ന ഹല്ലേലൂയ 3000 പേരുണ്ട് എന്ന് അവർ കെട്ടിവരിഞ്ഞ് പാറയിൽ നിന്ന് ഉറപ്പുള്ള പാറയിൽ നിന്നിരുന്ന ഉറപ്പോട് നിന്ന് ഹല്ലേലൂയ ശിംശോനെ കെട്ടി ഹല്ലേലൂയ വലിച്ചിഴച്ചുകൊണ്ട് ഫെലിസ്ത്യന്റെ ഇടയിലേക്ക് കൊണ്ടുപോയി. നീ നിൽക്കുന്നത് എവിടെയാ? പാറയിലാണ്. ആ ക്രിസ്തുവാകുന്ന പാറയിൽ നിൽക്കുന്ന നിന്നെ ഹല്ലേലൂയ കെട്ടി വലിച്ചിഴച്ചുകൊണ്ട് ഹല്ലേലൂയ ഫെലിസ്ത്യന്റെ അരികിലേക്ക് കൊണ്ടുപോകുകയാണ്. ശ്രദ്ധിക്കണമേ, ശിംശോനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ പാറയിൽ നിന്ന് അവരെ തോലുകളെല്ലാം ഉരിയുവാനെത്തുന്നു, രക്തം വരുവാനെത്തുന്നു, ചതവറ്റുവാനെത്തുന്നു. അവരയ്യോ എന്ന് വിളിക്കുവാൻ പോലും കഴിഞ്ഞില്ല. കാരണം അവരെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു. യഹൂദദേശത്തിലെ ജനം ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു. പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും അവൻ ദൈവനാമത്തിൽ അത് നിൽക്കുന്ന ഒരു കൂട്ടം പേരാണ് ഈ ചതിപ്രയോഗങ്ങൾ ചെയ്തത്. അതിനർത്ഥം നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ അവർക്കൊരാപത്ത് വരാതിരിക്കണത് അവർ തന്നെ ഹല്ലേലൂയ അവർ നിന്നെ കെട്ടിക്കൊണ്ടുപോയി. അവർ ഫെലിസ്ത്യ ക്ഷേത്രത്തിൽ ഫെലിസ്ത്യന്റെ അരികിൽ കൊണ്ടുപോകും. അവർ ഇന്ന് രാത്രി ശ്രദ്ധിക്കണത്, നീ പോലും അറിയാതെ നിന്നെ വരിഞ്ഞ് കെട്ടിക്കൊണ്ട് നാശത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം 3000 പേർ
അംഗബലത്തിൽ അവർ 3000 പേർ ഉണ്ട്. ശിംശോനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശിംശോനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലരും പറയാറുണ്ട്, ആമേൻ, ഞാൻ ഓടി രക്ഷപ്പെടും, ഞാൻ ചാടി രക്ഷപ്പെടും, ഞാൻ നീന്തി രക്ഷപ്പെടും, എനിക്ക് ബുദ്ധിയുണ്ട്. എല്ലാ അബദ്ധമാണ്. ഇന്ന് രാത്രി 3000 പേർ പുതിയ 2 കയറുകളുമായി കടന്നു വന്ന് ശിംശോനെ ബന്ധിച്ചു, കെട്ടിക്കൊണ്ടു അല്ലെങ്കിൽ വലിച്ചിഴച്ച് കെട്ടപ്പെട്ടവനായി ഫെലിസ്ത്യരുടെ അരികിലേക്ക് വന്നപ്പോൾ ശിംശോനെ കണ്ട ഫെലിസ്ത്യർ വെറുതെ ഇരുന്നില്ല. അവർ ആർക്കുവാൻ തുറന്നു, അവർ കൈയടിക്കുവാൻ തുടങ്ങി, അവർ ആർത്തട്ടഹസിച്ചു, ഞങ്ങൾക്ക് പിടിതരാത്ത ശിംശോനെ ഞങ്ങൾ ബന്ധിച്ചു. ആമേൻ. അവർ വിജയഭേരി മുഴക്കി, ആഹ്ലാദിച്ചു, അവർ നൃത്തം ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾക്ക് പിടിതരാതെ ഒരു തലമുറ നിൽക്കുന്നു എങ്കിൽ ആ തലമുറയെ വീഴ്ത്തുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും, ഒരു ജയത്തിന്റെ ഭേരി മുഴക്കം, ജയത്തിന്റെ സന്തോഷം, ആഘോഷം, തിമിർപ്പ്. ഒരുവനെയും കൂടെ വഴിതെറ്റിച്ചല്ലോ, ഒരുവനെയും കൂടെ നശിപ്പിച്ചല്ലോ എന്നോർത്ത് ഫെലിസ്ത്യ ശക്തികൾ നൃത്തമാടിയെന്ന്. സ്തോത്രം. അവർ നൃത്തം ചവിട്ടുമ്പോൾ ഹല്ലേലൂയ, ശിംശോൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആത്മാവ് അവന്റെ മേൽ ഇറങ്ങുവാൻ തീയുടെ രൂപത്തിൽ ഇറങ്ങി ആ 2 കയറുകളെ അവന്റെ കയ്യിലും കാലിലും കെട്ടിയിരുന്ന സ്തോത്രം, ആ പുതിയ കയറുണ്ടല്ലോ, അത് ചണനൂലായി മാറിയത്, അത് കത്തി എരിഞ്ഞ് ചാമ്പലായി മാറിയത്. ഇന്ന് രാത്രി ഒരു തീയുടെ അഭിഷേകം തലമുറകളെ വീഴട്ടെ. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ തലമുറകളെ മേൽ, നിങ്ങളുടെ തലമുറകളെ മേൽ, നിങ്ങളുടെ തലമുറകളെ മേൽ സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവായവൻ കെട്ടിയ കെട്ടുകൾ, ഹല്ലേലൂയ, അവന്റെ ബന്ധനത്തിന്റെ കെട്ടുകൾ, അവന്റെ കെട്ടുകൾ, ഹല്ലേലൂയ, അവൻ നിന്റെ കൈയെയും കാലിനെയും നിന്റെ തലമുറകളെ ബന്ധിച്ചു വെച്ചില്ലയോ എന്തെന്നറിയാമോ? മുൻപോട്ട് പോകരുത്, നീ മുൻപോട്ട് പോകരുത്, നീ സഞ്ചരിക്കരുത്, ഹല്ലേലൂയ, ആരാധിക്കരുത് പറഞ്ഞു. വൈകി കെട്ടിയ കെട്ടുകളുടെ മേൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അഭിഷേകം എത്തി. ഇറങ്ങി വന്നപ്പോൾ ആ കെട്ടുകളെല്ലാം ദ്രവിച്ചു പോയി. ഇന്ന് രാത്രി ആരാധിക്കുവാൻ തയ്യാറാടിയെങ്കിൽ ചില കെട്ടുകൾ ദ്രവിച്ചു പോകുന്നു. നിന്റെ കണ്ണിലൂടെ കാണുവാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടപ്പെട്ടവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കെട്ടിയവൻ വലിച്ചിഴച്ചുകൊണ്ട് അവർ ഫെലിസ്ത്യന്മാർ അരികെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി അവർ അഴിയപ്പെട്ടവനായി, കെട്ടുകൾ അഴിയപ്പെട്ടവനായി തീർന്നു. കെട്ടുകൾ അഴിഞ്ഞവൻ, ഹല്ലേലൂയ, മറ്റൊന്നും ചെയ്യില്ല. അവർ പച്ചത്താടിയല്ല, കണ്ണയുടെ പച്ചത്താടികൾ എടുത്തുകൊണ്ട് കുന്നൊന്ന് കുന്നിരണ്ട് 1000 പേര് അവൻ നിഗ്രഹിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല കൂട്ടുകെട്ടുകളെ തകർക്കുവാനുള്ള ഒരു അഭിഷേകം ദൈവത്തിനാത്ത് കൈമാറുവാൻ പോകുകയാണ്. ഒരു വലിയൊരു ഹല്ലേലൂയ, ഒരു വലിയൊരു ബലവരവക്ഷസിയ, ഒരു വലിയൊരു യുദ്ധം നടക്കുക. അവൻ ഹല്ലേലൂയ, അവൻ സ്തോത്രം നിൽക്കുന്ന ഫെലിസ്ത്യ ശക്തികളെ അവൻ ഹല്ലേലൂയ ഒന്നൊന്നായി തകർക്കുവാൻ യാത്രന്നു. തകർത്ത് മുൻപോട്ട് പോകുമ്പോൾ അവന് ക്ഷീണം വരുവാൻ യാത്രന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അവൻ ക്ഷീണിതനാകുന്നവരെ വിശ്രമം കൂടാതെ അവൻ പടവെട്ടി, അവൻ പൊരുതി. ആ പൊരുതിയത് കൊണ്ട് ഫെലിസ്ത്യ ശക്തികളെല്ലാം നശിക്കുവാൻ യാത്രന്നു. ഇന്ന് രാത്രി ദൈവം പറയുകയാ, നമുക്ക് ദൈവത്തോട് പറയാം, എന്റെ തലമുറകൾ പൊരുതി ജയിച്ചവനാണ്, എന്റെ തലമുറ പൊരുതി ജയിച്ചവരാണ്, എന്റെ തലമുറ നഫ്താലിയാണ്. നഫ്താലി എവിടെയാ? പോർക്കളമേടുകളിൽ തന്നെ. നഫ്താലി എവിടെയാ? ജയിച്ചവൻ. നഫ്താലിയുടെ അമ്മ വെറുതെ ഇട്ട പേരല്ല കേട്ടോ. ഇഷ്ടയായിരുന്നവൾ. ആമേൻ. യാക്കോബിന് 2 ഭാര്യമാർ, അനിഷ്ടയും ഇഷ്ടയും, ലേയും. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ലേയ കുറവുള്ളവർ പ്രസവിച്ചു, കുറവില്ലാത്തവർ പ്രസവിച്ചില്ല. അവൾ അതുകൊണ്ട് അസൂയപ്പെട്ടു. എനിക്ക് മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല, എന്റെ ഉദരം അതിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവിനെ ഏറ്റവും അസഹ്യപ്പെടുത്തിയവൾ. ഭർത്താവ് പറഞ്ഞു, നിനക്ക് മക്കളെ തരാൻ ഞാനല്ല, മക്കളെ തരുന്നത് ദൈവമത്രേ. ഇത് രാത്രി ശ്രദ്ധിക്കണത്, മക്കളെ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു വൈദ്യശാസ്ത്രത്തിനോ മറ്റാർക്കോ മക്കളെ തരാൻ കഴിയത്തില്ല. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ദാനം ലഭിച്ചതിനെ അത് തിരികെ കൊടുക്കണം. ആമേൻ.
ദാനം ലഭിച്ചതിനെ ദാനം നാളെ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണം. മനോഹയും കുടുംബവും തങ്ങൾക്ക് ദാനം ലഭിച്ച ശിംശോനെ തിരികെ കൊടുക്കേണ്ട സമയത്ത് തിരികെ കൊടുക്കണം. ഇന്ന് രാത്രി അവിടെ തലമുറകളെ നല്ല വിദ്യാഭ്യാസത്തോടെ, നല്ല സംരക്ഷണയോടെ, നല്ല ആഹാരങ്ങൾ കൊടുത്ത്, ദൈവഭയം കൊടുത്ത്, നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ വളർത്തിയെടുക്കുവാൻ സ്വർഗം ഇടയാക്കുമാറാകട്ടെ. ആമേൻ. നാം വായിച്ച് കുരുവാക്യത്തേക്ക് വരാം. 111 സങ്കീർത്തനം അതിന്റെ 1, 2 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. യേശുവിന്റെ യഹോവയെ സ്തുതിപ്പിൻ. ശ്രദ്ധിക്കണേ, യഹോവയെ സ്തുതിപ്പിൻ. ഇന്ന് രാത്രി ഈ അവസാന സമയത്ത് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, യഹോവയെ സ്തുതിപ്പിൻ. അവൻ ചെയ്ത ഉപകാരങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിപ്പിൻ. നമ്മുടെ തലമുറ നശിച്ചു പോകാതെ നമ്മെ കാത്തു പരിപാലിച്ച യഹോവയെ സ്തുതിപ്പിൻ. അടുത്ത് പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഭാഗ്യവാനായ ഒരു അപ്പൻ, ഭാഗ്യവാനായിരിക്കുന്ന ഒരു അമ്മ, ഭാഗ്യവാനായിരിക്കുന്ന തലമുറ. അടുത്ത്, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എവിടെ ബലപ്പെട്ടിരിക്കും? ഭൂമിയിൽ. നിന്റെ വീട്ടിനകത്ത്, ആലയത്തിനകത്ത്, ദേശത്തിനകത്ത്, ഭൂമിയിൽ മക്കൾ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി നേരുള്ള ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് മാതൃകാപരമായ ജീവൻ നയിപ്പാൻ അപ്പന്മാർക്കും അമ്മമാർക്കും കഴിയട്ടെ. സന്തുഷ്ട കുടുംബം തീരട്ടെ. കൂടുമ്പോൾ ഇമ്പമാണ് കുടുംബം. ആ നല്ലൊരു കുടുംബത്തിനകത്ത് നമ്മുടെ തലമുറകൾക്ക് വളരുവാനുള്ള എല്ലാ സ്പേസുകളും നമുക്ക് ഒരുക്കി കൊടുക്കാം. കർത്താവ് നമ്മെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ കണ്ണും പറഞ്ഞാട്ടെ.